പ്രിയപ്പെട്ട കുട്ടികളെ, കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫസ്റ്റ് ഇയർ കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റം അതിൻ്റെ ഒരു റിവിഷനാണ് ഉദ്ദേശിക്കുന്നത്. വലിയൊരു ചാപ്റ്ററാണ്. പെട്ടെന്ന് നമുക്ക് തിയറി പാർട്ട് പറഞ്ഞു പോകാം. ഓക്കെ, നോക്കൂ, ഇതിൽ നമ്മൾ തുടങ്ങുന്നത് ഡാൾട്ടൺസ് അറ്റോമിക് തിയറി ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ തുടങ്ങുന്നത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ഡിസ്കവറിയാണ്. ആദ്യം വരുന്നത് ഡിസ്കവറി ഓഫ് ഇലക്ട്രോണ്. ഇലക്ട്രോണിൻ്റെ ഡിസ്കവറി എവിടെ നമ്മൾ പഠിക്കുന്നത്? കാഥോഡ് റേ എക്സ്പെരിമെൻ്റ് എന്നാണ്. എന്താ ഈ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് എന്നൊക്കെ പറയുന്നത്? എന്താണ്? ഒരു സിലിണ്ട്രിക്കൽ ഗ്ലാസ് ട്യൂബ്, ദെൻ വെരി ലോ പ്രഷറിലാണ് വെച്ചിട്ടുള്ളത്, വെരി ഹൈ വോൾട്ടേജ് അതിലൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റിൽ വെരി ലോ പ്രഷറിൽ 10⁻⁻⁴ അറ്റ്മോസ്ഫിയറിൽ 10⁻⁴ വോൾട്ട് കൊടുത്താൽ, അത്രയും ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. അതിൽ കാഥോഡിൽ നിന്ന് ചില ഇൻവിസിബിൾ റേസ് ആനോഡിലേക്ക് പോകുന്നുണ്ട്. ദെൻ അതിനെയാണ് നമ്മൾ കാഥോഡ് റേസ് എന്ന് പറയുന്നത്. എന്താ ഇപ്പോൾ കാഥോഡ് റേസ് എപ്പോഴാണ് അത് ഉണ്ടാവുന്നത്? വെരി ഹൈ പ്രഷറിൽ, വെരി ലോ പ്രഷറിൽ വെരി ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ. ദെൻ നെഗറ്റീവ് ഇലക്ട്രോഡ് കാഥോഡിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് പോകുന്ന ഇൻവിസിബിൾ റേസിനെ പറയുന്ന പേരാണ് കാഥോഡ് റേസ് ഓർ കാഥോഡ് റേ പാർട്ടിക്കിൾസ്. ഇനിയും കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നോക്കൂ. ദ ഫ്ലോ ഓഫ് കറണ്ട് ഫ്രം കാഥോഡ് ടു ആനോഡ് വാസ് ഫർദർ ചെക്ക്ഡ് ബൈ. എങ്ങനെ അത് ചെക്ക് ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ കാഥോഡിൽ നിന്ന് ആനോഡിലേക്കാണ് കാഥോഡ് റേസ് പോകുന്നത്. ആ ആനോഡിൽ ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിട്ട് ആനോഡിൻ്റെ പുറകിൽ ചില ഫ്ലൂറസൻ മെറ്റീരിയൽ സിങ്ക് സൾഫൈഡൊക്കെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്യുന്ന അവിടെ ഈ കാഥോഡ് റേസ് തട്ടുമ്പോൾ ബ്രൈറ്റ് സ്പോട്ട് ക്രിയേറ്റ് ചെയ്യും. ദെൻ അവിടെ ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. സോ അതാണ് ഇവിടെ എഴുതിയത്. ദെൻ കാഥോഡ് റേസ് ഫ്ലൂറസൻ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്, ആനോഡിൽ ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കാഥോഡ് റേസ് അവിടെ വന്ന് തട്ടും. ഓക്കെ, അവിടെ കൊടുത്ത് വെൻ ദിസ് റേസ് ആഫ്റ്റർ പാസിംഗ് ത്രൂ ആനോഡ്, ദെൻ ആഫ്റ്റർ പാസിംഗ് ത്രൂ ആനോഡ് സ്ട്രൈക്ക് ദ സിങ്ക് സൾഫൈഡ് കോട്ടിംഗ്, എ ബ്രൈറ്റ് സ്പോട്ട് ഈസ് ഡെവലപ്ഡ് ഓൺ ദി കോട്ടിംഗ്, ദെൻ കോട്ടിംഗ്. അപ്പോൾ ഇതാണ് കാഥോഡ് റേസ്. അപ്പോൾ കാഥോഡ് റേസ് എന്ന് പറഞ്ഞാൽ എന്താ? ദെൻ വെൻ വെരി ഹൈ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് അറ്റ് വെരി ലോ പ്രഷർ ഇൻ ഡിസ്ചാർജ് ട്യൂബ്, ഇൻവിസിബിൾ റേസ് എമിറ്റഡ് ഫ്രം കാഥോഡ് ആൻഡ് മൂവ് ടുവേർഡ്സ് ആനോഡ്, ദേ ആർ കോൾഡ് കാഥോഡ് റേസ്. ഈ കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കും. കാഥോഡ് റേസ് ഒരു ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഡിഫ്ലക്ഷൻ കാണിക്കും. അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ എക്സാമിന് ചോദിക്കലുണ്ട്. എന്തൊക്കെ പ്രോപ്പർട്ടീസ് നോക്കൂ. കാഥോഡ് റേസ് സ്റ്റാർട്ട്സ് ഫ്രം കാഥോഡ് ആൻഡ് മൂവ് ടുവേർഡ്സ് ആനോഡ്. രണ്ടാമത്തെ ഇൻവിസിബിൾ ആണ്, പക്ഷേ എന്താണ് അതിൻ്റെ ബിഹേവിയർ എങ്ങനെ അറിയാൻ പറ്റും? നമ്മളവിടെ ഫ്ലൂറസൻ മെറ്റീരിയൽ തട്ടിക്കഴിഞ്ഞാൽ ബ്രൈറ്റ് സ്പോട്ട് ക്രിയേറ്റ് ചെയ്യും. ഇൻ ദി ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, ആ കാഥോഡ് റേസ് ദെൻ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ദെൻ അവിടെ എന്താ എഴുതിയത്? ദീസ് റേസ് ട്രാവൽ in straight line in the absence of electric field and magnetic field. ഇനി ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ കാഥോഡ് റേസ് പോസിറ്റീവിലേക്ക് അട്രാക്ട് ചെയ്യും. അതിൻ്റെ അർത്ഥം അവർക്ക് എന്ത് ചാർജ് ഉണ്ട്? നെഗറ്റീവ് ചാർജ് ഉണ്ട്. ദെൻ പിന്നീട് മനസ്സിലായി ഇത് ഇലക്ട്രോൺസ് തന്നെയാണ് എന്ന്. ദെൻ ഇൻ ദി പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കാഥോഡ് റേസ് ബിഹേവ്സ് സിമിലർ ടു ദാറ്റ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ഫ്രം ദിസ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് കാഥോഡ് റേസ് കൺസിസ്റ്റ് ഓഫ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് കാൾഡ് ഇലക്ട്രോൺസ്. കാഥോഡ് റേസിന് നമ്മൾ എന്ത് പേര് കൊടുത്തു? ഇലക്ട്രോൺസ് എന്ന് പേര് കൊടുത്തു. ഇനി ഈ കാഥോഡ് റേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ മാസും അതിൻ്റെ ചാർജും ഒക്കെ ദെൻ ഇൻഡിപെൻഡൻ്റ് ഓഫ് മെറ്റീരിയൽസ് ആണ്. നമ്മൾ ഏത് ഇലക്ട്രോഡ് ഉപയോഗിച്ചു, ഏത് ഗ്യാസ് ഉപയോഗിച്ചു, അതിനനുസരിച്ച് അതിൻ്റെ ചാർജും മാസൊന്നും മാറുന്നില്ല. അപ്പോൾ കാഥോഡ് റേസ് യൂണിവേഴ്സൽ പാർട്ടിക്കിളായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇലക്ട്രോൺസ് ദെൻ യൂണിവേഴ്സൽ. ദസ് ഇലക്ട്രോൺസ് ആർ ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് ഓൾ ആറ്റംസ് എന്നാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായില്ലേ അത്? അപ്പോൾ പ്രോപ്പർട്ടീസ് ചോദിക്കും. കാഥോഡ് റേസ് ഒറിജിനേറ്റ്സ് ഫ്രം കാഥോഡ് ആൻഡ് മൂവ് ടുവേർഡ്സ് ആനോഡ്. ആൻഡ് ദെൻ രണ്ടാമത് എന്താണ്? ഇൻ ദി ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻ. പിന്നെ ഡിഫ്ലക്റ്റഡ് ഇൻ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോപ്പർട്ടീസ് എഴുതാൻ പഠിക്കുക, ചോദിക്കലുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ദെൻ ജെ തോംസൺ ആണ് ദെൻ കാഥോഡ് റേസിൻ്റെ റേഷ്യോ ഓഫ് ദെൻ ഓക്കെ ചാർജ് ടു മാസ് റേഷ്യോ കണ്ടത് E/m. ആ E/m ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആരാണ്? ജെ തോംസൺ. എന്താ വാല്യൂ എന്താണ്? ദെൻ 1.76 ×
10⁻11 കൂളും പെർ കിലോഗ്രാം ആണ്. വാല്യൂ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇതേപോലെ മില്ലിക്കൺ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് വഴി ചാർജ് ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിച്ച് 1.602 ഇൻറ്റു 10⁻19 കൂളും. ഓക്കെ, അത് മൈനസ് ആണ്, നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോണിനുള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്. ദെൻ ഓക്കെ, ജെ തോംസൺ E/m റേഷ്യോ കണ്ടുപിടിച്ചു. ദെൻ മില്ലിക്കൺ അതിൻ്റെ ചാർജ് കണ്ടുപിടിച്ചു. അവിടുന്ന് മാസ് ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിക്കാം. നമുക്ക് ഡിവൈഡ് ചെയ്താൽ കൃത്യമായിട്ട് കിട്ടും 9.1 ഇൻറ്റു 10⁻31 കിലോഗ്രാം. ഇതാണ് മാസ് ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, ദെൻ ഇനി അടുത്തത് പ്രോട്ടോണിൻ്റെ ഡിസ്കവറിയാണ്. നമ്മൾ കുറച്ച് സ്പീഡിൽ പറഞ്ഞെങ്കിലേ നമുക്ക് തീരുള്ളൂ. നോക്കാം നമുക്ക് പ്രോട്ടോണിൻ്റെ ഡിസ്കവറി. എങ്ങനെ പ്രോട്ടോണിൻ്റെ ഡിസ്കവറി? നമ്മൾ ഇവിടെ ഒരു പ്രത്യേക തരം കാഥോഡാണ് ഉപയോഗിക്കുന്നത്. ഹോൾസ് ഉള്ള കാഥോഡ് ഉപയോഗിക്കുന്നു. ഹോൾസ് ഉള്ള കാഥോഡ് ഉപയോഗിച്ചിട്ട് ഈ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ കാഥോഡ് റേസ് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പോകുമ്പോൾ കാഥോഡ് റേസിൻ്റെ പുറകിൽ ചില ഇൻവിസിബിൾ റേസ് വരുന്നുണ്ട്. അത് നമുക്ക് ഇതേപോലെ ഫ്ലൂറസൻ മെറ്റീരിയലൊക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അതിനെ പറയുന്ന പേരാണ് ആനോഡ് റേസ്. അപ്പോൾ നോക്കിയേക്ക്, കാഥോഡ് റേസ് അങ്ങോട്ട് പോകുന്നു, ആനോഡ് റേസ് ഇങ്ങോട്ട് വരുന്നുണ്ട് പെർഫറേറ്റഡ് കാഥോഡ് ഉപയോഗിക്കുമ്പോൾ. ഇനി ദെൻ ഈ ആനോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ദെൻ ഏത് ഗ്യാസ് ആണോ പിന്നെ ഡിസ്ചാർജ് ട്യൂബിലെടുത്തത് അതിനനുസരിച്ച് ഈ കാഥോഡ് റേസിൻ്റെ ആനോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ് മാറുന്നുണ്ട്. ആനോഡ് റേസിന് വേറെ പേരാണ് കനാൽ റേസ്. എന്താ പേരെന്താ? കനാൽ റേസ്. ദെൻ ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ഡിഫ്ലക്ഷൻ കാണിക്കും. അതിന് മനസ്സിലായി ഇവർക്ക് പോസിറ്റീവ് ചാർജ് ആണെന്നുള്ളത്. എന്തൊക്കെയാണ് മനസ്സിലായത്? പോസിറ്റീവ് ചാർജ്. അപ്പോൾ ആനോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്ന് നോക്കാം നമുക്ക്. എന്തൊക്കെയാണ്? ഇലക്ട്രിക് ഡിസ്ചാർജ് ക്യാരിഡ് ഔട്ട് മോഡിഫൈഡ് കാഥോഡ് റേ ട്യൂബ് ദെൻ ലീഡ്സ് ടു ഡിസ്കവറി എന്താണ് ഓഫ് പാർട്ടിക്കിൾ ക്യാരിയിങ് പോസിറ്റീവ് ചാർജ് നോൺ ആസ് കനാൽ റേസ്. ഇനി their characteristic. Unlike cathode rays, mass of positively charged particle depends upon the nature of gas present in the cathode ray tube. Then ഇനി എന്താണ് ഈ ആനോഡ് റേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദെൻ നമ്മൾ ഇലക്ട്രോൺസ് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പോകുമ്പോൾ അവിടെയുള്ള ഗ്യാസിനെ അത് അയണൈസ് ചെയ്യുന്നുണ്ട്. ആ ഗേഷ്യസ് അയോൺസ് ആണ് ദെൻ എന്തായിട്ട് വരുന്നത്? ആനോഡ് റേ ആയിട്ട് വരുന്നത്. ഹൈഡ്രജൻ ആണ് ആ ഡിസ്ചാർജ് ട്യൂബിലുള്ളെങ്കിൽ അത് H+ ആകാം. ഓക്സിജൻ ആണെങ്കിൽ O+ ആകാം, O2+ ഒക്കെ ആകാം. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ദ ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് പാർട്ടിക്കിൾ ഡിപ്പെൻഡ്സ് ഓൺ ഗ്യാസ് വിച്ച് ഇറ്റ്സ് ഒറിജിനേറ്റ്സ്. അപ്പോൾ ഗ്യാസിനനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ മാറുന്നത്. ഇനി സം ഓഫ് ദി പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ക്യാരി എ ചാർജ് then a multiple of ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. ദെൻ ഞാൻ പറഞ്ഞല്ലോ O+ ആകാം, ഓക്സിജൻ 2+ ഒക്കെ ആകാം എന്നുള്ളത്. ഇനി അടുത്ത് ബിഹേവിയർ ഓഫ് ദീസ് പാർട്ടിക്കിൾസ് ഇൻ ദി ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഒബ്സർവ്ഡ് ഫോർ ഇലക്ട്രോൺസ് ഓർ കാഥോഡ് റേസ്. അതായത് ഇവർക്ക് പോസിറ്റീവ് ചാർജാണ് ഈ കാഥോഡ് ആനോഡ് റേസിന് കിട്ടുന്നത്. ഇനി അടുത്ത് ദെൻ നമ്മൾ പറഞ്ഞു ദ സ്മോളസ്റ്റ് ആൻഡ് ലൈറ്റസ്റ്റ് പോസിറ്റീവ് ചാർജ് ഒബ്റ്റൈൻഡ് ഫ്രം ഏതാണ്? ഹൈഡ്രജൻ. ആ ഹൈഡ്രജൻ്റെ കേസിലുള്ള ആനോഡ് റേയെ പറയുന്ന പേരാണ് പ്രോട്ടോൺ എന്നുള്ളത്. അപ്പോൾ എല്ലാ കേസിലും പ്രോട്ടോൺ ആണോ ആനോഡ് റേ? അല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കാം. ആനോഡ് റേസിൻ്റെ വേറൊരു പേരാണ് കനാൽ റേസ്. ആനോഡ് റേസ് ദെൻ ഓക്കെ സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുന്നത്. ആനോഡ് റേസ് ആനോഡ് നല്ല പുറപ്പെടുന്നത്. ആനോഡ് റേസ് എന്ന് പറഞ്ഞാൽ ഗേഷ്യസ് അയോൺസ് ആണ്. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ആനോഡ് റേസ് ഡിപ്പെൻഡ്സ് ഓൺ ദി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ദ ഗ്യാസ് ഫിൽഡ് ഇൻ ഡിസ്ചാർജ് ട്യൂബ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ആനോഡ് റേസിൽ ഹൈഡ്രജൻ്റെ കേസിലുള്ള ആനോഡ് റേ പറയുന്ന പേരാണ് പ്രോട്ടോൺസ് എന്നുള്ളത്. ക്ലിയർ ആണല്ലോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ? ഇനി അടുത്തത് ഡിസ്കവറി ഓഫ് ന്യൂട്രോൺസ്. എന്താ ന്യൂട്രോണിൻ്റെ ഡിസ്കവറി? ന്യൂട്രോൺസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ചാഡ്വിക് ആണ് ഇത് കണ്ടുപിടിച്ചത്. ന്യൂട്രോൺ കണ്ടുപിടിച്ചാരാണ്? ചാഡ്വിക്. ബെർലിയം ന്യൂക്ലിയസിന് ദെൻ ആൽഫ പാർട്ടിക്കിളായിട്ട് കൂട്ടിമുട്ടിച്ചപ്പോൾ എന്ത് കിട്ടി? ദെൻ ബെർലിയം ന്യൂക്ലിയസിന് ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസ്. ദെൻ കാർബൺ 12 കിട്ടി. ഒപ്പം ചാർജ് ഇല്ലാത്ത മാസ് മാത്രമുള്ള ഒരു പാർട്ടിക്കിൾ കിട്ടി. അതിനാണ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത്. ബെർലിയം ന്യൂക്ലിയസിന് ആൽഫ പാർട്ടിക്കിളായിട്ട് ബൊമ്പാർഡ് ചെയ്യിച്ചപ്പോൾ ദെൻ അപ്പം നേരം കിട്ടിയ ചാർജ്ലെസ് പാർട്ടിക്കിൾ ദെൻ ദാറ്റ് ഈസ് കോൾഡ് ന്യൂട്രോൺസ്. ന്യൂട്രോണിൻ്റെ മാസ് ഏകദേശം പ്രോട്ടോണിൻ്റെ മാസിന് ഈക്വൽ ആണ്. നോക്കൂ, ഇവിടെ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെ ഒക്കെ മാസ് അതേപോലെ ചാർജ് കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കിയേക്ക്. ദെൻ ഇലക്ട്രോണിൻ്റെ മാസ്, ന്യൂട്രോണിൻ്റെ മാസ്. ഇലക്ട്രോണിൻ്റെ മാസ് നമ്മൾ ദെൻ വളരെ കുറവാണ്, പക്ഷേ ചാർജ് -1 ചാർജ്. അപ്പം പ്രോട്ടോണിന് +1 ചാർജ്. ഇനി മാസ് ഓഫ് ഇലക്ട്രോൺ നമ്മൾ ഏകദേശം അപ്രോക്സിമേറ്റ്ലി മാസ് AMUയിൽ എടുക്കുന്നത് 0 എന്നാണ്. പക്ഷേ പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും ഏകദേശം അറൗണ്ട് 1 U എടുക്കുന്നു. ഓക്കെ, ദെൻ ഇനി അടുത്ത പാർട്ട് നമുക്ക് വരുന്നത് ആറ്റത്തിൻ്റെ മോഡലുകൾ.
നോക്കൂ, ആറ്റം മോഡൽസ് നമ്മൾ പഠിക്കുന്നത് ഇപ്പോൾ ഇലക്ട്രോൺ, പ്രോട്ടോണിൻ്റെ, ന്യൂട്രോണിൻ്റെ ഡിസ്കവറി ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിനി ഇതിൽ പഠിക്കാനുള്ളത് ആറ്റം മോഡൽസ്. ഫസ്റ്റ് ആറ്റം മോഡൽ പഠിക്കുന്നത് ജെ തോംസന്റെ ആറ്റം മോഡലാണ്. എന്താ ജെ തോംസന്റെ ആറ്റം മോഡലിൻ്റെ പേര്? പ്ലം പുഡിംഗ് മോഡൽ. ആ പേര് ഒന്നിച്ച് പഠിച്ചേക്കുക. ജെ തോംസൺസ് പ്ലം പുഡിംഗ് മോഡൽ, അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡൽ, അല്ലെങ്കിൽ റൈസിൻ പുഡിംഗ് മോഡൽ. ഈ മോഡൽ പറയുന്നത് ആറ്റം എന്ന് പറഞ്ഞാൽ എ സ്ഫിയർ ഓഫ് പോസിറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോൺസ് ആ പോസിറ്റീവ് ചാർജുള്ള ഈ സ്ഫിയറിൽ എംബഡഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ വായിച്ചു നോക്കൂ. an atom possesses spherical shape in which positive charge is uniformly distributed. The electrons are embedded to it. Then okay, watermelon ഒരു തണ്ണിമത്തനം പോലെ അതിനകത്ത് സീഡ്സ് ഇലക്ട്രോൺസ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ പ്ലം പുഡിംഗ് മോഡൽ, റൈസിൻ പുഡിംഗ് മോഡൽ ഓർ വാട്ടർമെലൺ മോഡൽ. അപ്പോൾ മാസ് എല്ലാ ഭാഗത്തും ഒരേപോലെ ആ ആറ്റത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡലിന്റെ പ്രത്യേകത. പക്ഷേ ഈ ആറ്റം മോഡൽ ദെൻ ഒരുപാട് എക്സ്പ്ലനേഷൻ, ഒരുപാട് ആറ്റത്തിന്റെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പുതിയ ആറ്റം മോഡൽ വരികയാണ്. ഈ പുതിയ ആറ്റം മോഡൽ റൂദർഫോർഡ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം, അല്ലെങ്കിൽ റൂദർഫോർഡ് പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം. ഇതൊരു എക്സ്പെരിമെന്റ് ആണ്. ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്നാ വരുന്നത്. എന്താണ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്? എക്സാമിന് ഇത് മുഴുവൻ ചോദിക്കലുണ്ട്, നന്നായിട്ട് പഠിച്ചോണം. നോക്കൂ, നമ്മൾ ആൽഫ പാർട്ടിക്കിൾ റേഡിയോ ആക്റ്റീവ് സോഴ്സിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിന് ഒരു തിൻ ഗോൾഡ് ഫോയിലൂടെ കടത്തിവിടുന്നു. ആ ഗോൾഡ് ഫോയിലിന് ചുറ്റും ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് അല്ലെങ്കിൽ സിങ്ക് സൾഫൈഡ് കോട്ട് ചെയ്ത സ്ക്രീന് വെച്ചിട്ടുണ്ട്. എന്തിനാണത് വെക്കുന്നത്? ആൽഫ പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എന്താണ്? ദെൻ ഫാസ്റ്റ് മൂവിങ് ആൽഫ പാർട്ടിക്കിൾ ഈസ് പാസ്ഡ് ത്രൂ തിൻ ഗോൾഡ് ഫോയിൽ. ദ ഡയറക്ഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ക്യാൻ ബി ഡിറ്റക്റ്റഡ് യൂസിങ് എന്താണ്? എ സർക്കുലർ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് അല്ലെങ്കിൽ സർക്കുലർ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇത്രയാണ് അതിൽ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. നോക്കൂ, ഈ കാര്യങ്ങളാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇനി ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒബ്സർവേഷൻ എന്തായിരുന്നു? മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ പാസ് ത്രൂ ദി ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. രണ്ടാമത്തെ, സം ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾ ഡിഫ്ലക്റ്റഡ് ബൈ സ്മോൾ ആംഗിൾ. ദെൻ അടുത്ത മൂന്നാമത്തെ, ഓൺലി വെരി ഫ്യൂ ഓഫ് ദം, 20,000-ലൊന്നൊക്കെ ദെൻ വലിയ ആംഗിൾ ഡീവിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ തിരിച്ചു വരുന്നു എന്നുള്ളത്. എളുപ്പമല്ല ആ കാര്യങ്ങൾ. ഇതിന് ഇവർ കൊടുത്ത എക്സ്പ്ലനേഷനാണ് റൂദർഫോർഡ് ആറ്റം മോഡലിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് മിക്കവാറും എല്ലാ ആൽഫ പാർട്ടിക്കിളും നേരെ കടന്നു പോകുന്നത്? അതിന് കാരണം ഒരു ആറ്റത്തിന്റെ മിക്ക ഭാഗവും മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. അതാണ് അതിന് റീസൺ. ഇനി എന്തുകൊണ്ടാണ് ചില ആൽഫ പാർട്ടിക്കിൾ കുറച്ചൊന്ന് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്? അതിന് കാരണം ആറ്റത്തിന്റെ നടുക്കൊരു പോസിറ്റീവ് ചാർജ്, ആൽഫ പാർട്ടിക്കിളിന് ദെൻ ഓക്കെ പോസിറ്റീവ് ചാർജ് ആണ്. ആറ്റത്തിന്റെ നടുക്കൊരു പോസിറ്റീവ് ചാർജ് ഉള്ള ന്യൂക്ലിയസ് ഉണ്ട്. അതിന്റെ അടുത്തുകൂടെ പോകുന്നത് എന്ത് ചെയ്യും? ചെറുതായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും ആൽഫ പാർട്ടിക്കിൾ. ബാക്കിയൊക്കെ തടസ്സം കൂടാതെ നേരെ കടന്നു പോകുന്നു. ഇതാണ് ഇതിന് കൊടുത്ത എക്സ്പ്ലനേഷൻ. ഇനി ചില ആൽഫ റേസ് ഇവിടെ തട്ടുന്ന നേരെ തിരിച്ചിങ്ങോട്ട് വരാം എന്നുള്ളത്. അപ്പോൾ ഇതാണ് ഇതിന് കൊടുത്ത എക്സ്പ്ലനേഷൻ. മനസ്സിലായില്ലേ? അത് മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. അതേപോലെ മോസ്റ്റ് ഓഫ് ദി മാസ് ആൻഡ് ഓൾ പോസിറ്റീവ് ചാർജ് ഓഫ് ആൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദി സെന്റർ കോൾഡ് ന്യൂക്ലിയസ്. ഇതാണ് അവിടെ പറയുന്നത്. ഇനി ഈ ന്യൂക്ലിയസിന്റെ സൈസ് ആറ്റത്തിന്റെ സൈസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. ആറ്റത്തിന്റെ സൈസ് 10⁻⁻10 മീറ്ററിന്റെ ഓർഡറിലാണെങ്കിൽ ന്യൂക്ലിയസിന്റെ സൈസ് 10⁻⁻15 മീറ്ററിന്റെ ഓർഡറിലാണ് വരുന്നത്. ഇവിടുന്നാണ് റൂദർഫോർഡ് ആറ്റം മോഡൽ വരുന്നത്. ആ ആറ്റം മോഡലിന്റെ പേരാണ് ന്യൂക്ലിയർ മോഡൽ ഓർ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്ന് വരുന്നത്. എന്തൊക്കെയാണ് ആ ആറ്റം മോഡലിലുള്ള ആറ്റം മോഡലിൽ ദെൻ എന്തൊക്കെയാണ് അതിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് നോക്കൂ. ഒന്നാമത്തെ പോസ്റ്റ്ലേറ്റ് ദെൻ ഇങ്ങനെ കൊടുക്കുന്നത്, ദെൻ ഓൾ പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി മാസ് then of an atom is concentrated at the center called nucleus. Then okay, very small regionിലാണ് ന്യൂക്ലിയസ് അടങ്ങിയിട്ടുള്ളത്. നോക്കൂ, പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി മാസ് ഓഫ് an atom are densely concentrated in a small region called nucleus. രണ്ടാമത്, ഇലക്ട്രോൺസ് റിവോൾവ് around the nucleus with very high speed in circular path called orbit. Then ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത്, ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ആർ held together by strong electrostatic force of attraction. Then ഇലക്ട്രോൺസ് ന്യൂക്ലിയസും തമ്മിൽ സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഇതാണ് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റത്തിന്റെ പോസ്റ്റ്ലേറ്റ്. ഇതിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ മോഡൽ അല്ലെങ്കിൽ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം എന്നുള്ളത്. എന്താണ് ഇതിന്റെ മെറിറ്റ്? എന്താണ്? ഇത് വെച്ചിട്ട് റൂദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ ഡീമെറിറ്റുകളുണ്ട്. ഓക്കെ, ഒന്ന്, ഇത് വെച്ചിട്ട് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല. മാക്സ്വെല്ലിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പ്രകാരം ദെൻ ഓക്കെ ആക്സിലറേഷനുള്ള ചാർജ് ഉള്ള ഒരു വസ്തു മൂവ് ചെയ്യുമ്പോൾ ദെൻ അതിന്റെ എനർജി റിലീസ് ചെയ്യും.
അങ്ങനെ എനർജി റിലീസ്, ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്താൽ ആ കറങ്ങുന്നതിൻ്റെ റേഡിയസ് കുറഞ്ഞ് ആ ഇലക്ട്രോൺ അവസാനം ന്യൂക്ലിയസിൽ വന്ന് മുട്ടണം. പക്ഷെ അങ്ങനെ ഇലക്ട്രോൺ മുട്ടിക്കഴിഞ്ഞാൽ ആറ്റം സ്റ്റേബിൾ അല്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ. അപ്പോൾ ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ റൂദർഫോർഡ് ആറ്റം മോഡൽ പോരാ. രണ്ടാമത്തത് ഹൈഡ്രജൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഈ റൂദർഫോർഡ് ആറ്റം മോഡൽ പോരാ. അടുത്ത് ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആറ്റം എക്സ്പ്ലെയിൻ ചെയ്യാൻ റൂദർഫോർഡ് മോഡൽ പോരാ. എക്സാമിന് ചോദിക്കലുണ്ട് ഇത് കംപ്ലീറ്റ്. നോക്കൂ, ഒന്ന് എന്താണ് ആൽഫ റേ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ചോദിച്ചിട്ടുണ്ട്. ഒബ്സർവേഷൻ എന്താ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ തന്നെ റൂദർഫോർഡ് ആറ്റം മോഡലിൻ്റെ പോസ്റ്റ്ലേസ് ചോദിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡ്രോബാക്സ് പലപ്പോഴും ചോദിച്ചാണ്. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ സ്പെക്ട്രം, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ഇലക്ട്രോണിക് സ്ട്രക്ചർ ഓഫ് ആറ്റം. ഇതൊക്കെയാണ് റൂദർഫോർഡ് ആറ്റം മോഡലിൻ്റെ ഡ്രോബാക്സ്. ക്ലിയർ ആണല്ലോ അത്. അടുത്ത് നമുക്ക് അറിയുന്ന കാര്യം അറ്റോമിക് നമ്പർ, മാസ് നമ്പർ അറിയുന്നല്ലേ. അത് എന്താ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? Z എന്ന് കാണിക്കുമല്ലോ നമ്മൾ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് അറ്റോമിക് നമ്പർ. ന്യൂട്രൽ ആറ്റം ആണെങ്കിൽ അത് എന്തിന് ഈക്വൽ ആണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഈക്വൽ ആണ് ന്യൂട്രൽ ആറ്റം. ഇനി മാസ് നമ്പർ A എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ. പ്രോട്ടോണും ന്യൂട്രോണും ന്യൂക്ലിയസിലാണ് കാണുന്നത്, അതിനെ ന്യൂക്ലിയോൺസ് എന്ന് പറയാറുണ്ട്. സോ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കാണണമെങ്കിൽ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്താൽ നമ്പർ ഓഫ് ന്യൂട്രോൺസിനുള്ള ഇക്വേഷനായി. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്താൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഓക്കെ, ശരിയായില്ലേ അത്? ദെൻ ഇനി അടുത്തത് നോക്ക്. ദെൻ എങ്ങനെ നമ്മൾ ഒരു ആറ്റത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം? ഇവിടെ നോക്കൂ. ദെൻ കാർബൺ 6 അറ്റോമിക് നമ്പർ, മാസ് നമ്പർ 12, ഇങ്ങനെയല്ലേ നമ്മൾ കാണിക്കാം. അപ്പോൾ അവിടെ നോക്കിയേക്ക്, നമ്മളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് പ്രോട്ടോൺ, ന്യൂട്രോൺ ആൻഡ് ഇലക്ട്രോൺസ് ഇൻ ബ്രോമിൻ, ദെൻ 80 മാസ് നമ്പർ. ഓക്കെ, അപ്പോൾ നോക്ക്, ബ്രോമിൻ ഇവിടെ 80 ആണ്. ബ്രോമിൻ 80, 35. ഇവിടുന്ന് എഴുതാം അറ്റോമിക് നമ്പർ 35 ആണ്. സോ നമ്പർ ഓഫ് പ്രോട്ടോൺ 35. അതന്നെയാണ് ഇലക്ട്രോണിൻ്റെ എണ്ണം, ന്യൂട്രൽ ആയതുകൊണ്ട് 35. ഇനി അടുത്ത് മാസ് നമ്പർ 80 ആണ്. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണം, ഇലക്ട്രോണിൻ്റെ എണ്ണം കിട്ടി. നമ്പർ ഓഫ് ന്യൂട്രോൺ കാണണമെങ്കിൽ ദെൻ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ 80 മൈനസ് 35, ദാറ്റ് ഈസ് ഈക്വൽ ടു 45. ശരിയല്ലേ അത്? 45 മാസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ക്ലിയർ ആണല്ലോ അത്? രണ്ടും കൂടി ആഡ് ചെയ്താൽ ഇത് കിട്ടും. 35 പ്ലസ് ദെൻ 45 ചെയ്ത് കഴിഞ്ഞാൽ 80 കിട്ടും. ശരിയല്ലേ അത്? നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ചില ക്വസ്റ്റ്യൻ പേപ്പറിലോ കണ്ടതാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഓഫ് എ സ്പീഷീസ് ആർ 18. ഇലക്ട്രോൺസ് പിന്നെ ഏതാണ്? പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്. 18, 16 then and 16 respectively. Then symbol of the element എഴുതണം. Then പ്രോട്ടോണിൻ്റെ എണ്ണം 16 ആണ്. ഇതാണ് Z. Z 16 എന്നുള്ള ആരാണ്? Then സൾഫർ ആണ്. സൾഫർ 16. ഇനി then അടുത്തത് ഇതിന് മാസ് നമ്പർ എങ്ങനെയാ കാണാം? നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺ 16 പ്ലസ് 16 32 ആണുള്ളത്. ഇനി ഇലക്ട്രോണിൻ്റെ എണ്ണം 16 പാടുള്ളൂ, പക്ഷേ 18 ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? 2 ഇലക്ട്രോൺ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ S2- ആണ്. മനസ്സിലായില്ലേ അത്? S2-. ഇനി നമ്മളോട് ഒരാൾ പറയാം, മനസ്സിലായില്ലേ അത്? ഓക്കെ, നമ്മളോട് ഒരാൾ പറയാണ് ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ് ഇതിൻ്റെ എണ്ണം ഇങ്ങനെ ചോദിക്കുകയാണെങ്കിലോ 10, 11, 12 ആണെങ്കിൽ ഇലക്ട്രോണ് 10, പ്രോട്ടോൺ 11, ദെൻ ന്യൂട്രോണ് 12 ആണെങ്കിൽ എങ്ങനെ നമ്മൾ അതിനെ സിമ്പിൾ എഴുതുക? പ്രോട്ടോണിൻ്റെ എണ്ണം 11 ആണ്. അപ്പോൾ അറ്റോമിക് നമ്പർ 11, ദാറ്റ് ഈസ് സോഡിയാണ് അറ്റോമിക് നമ്പർ 11 ഉള്ളത്. മാസ് നമ്പർ 11 പ്ലസ് 12, ദാറ്റ് ഈസ് ഈക്വൽ ടു 23. ഇനി 11 പ്രോട്ടോൺ ഉണ്ട്, 11 ഇലക്ട്രോൺ ഉണ്ടാവണം, പക്ഷേ 10 ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഒരാൾ പോയിട്ടുണ്ട്. സോ Na+ അയോണ്. ക്ലിയർ ആണല്ലോ ഈ പറഞ്ഞത്? മനസ്സിലാക്കി എഴുതി പഠിക്കണം കേട്ടോ. ഓക്കെ, അടുത്തത് ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ. എന്താ ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറൻറ്റ് മാസ് നമ്പർ. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രീഷ്യം, ഹൈഡ്രൻ്റെ 3 ഐസോടോപ്പുകളാണ്. അറ്റോമിക് നമ്പർ സെയിം ആയതുകൊണ്ട് പ്രോട്ടോണിൻ്റെ എണ്ണം സെയിം ആണ്. അപ്പോൾ മാസ് നമ്പർ പിന്നെ എങ്ങനെയാണ് വ്യത്യാസം വരിക? ന്യൂട്രോണുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസമായിരിക്കും. മനസ്സിലായില്ലേ അത്? അപ്പോൾ ഐസോടോപ്പുകൾ മാസ് നമ്പറിൽ വ്യത്യാസം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ന്യൂട്രോൺസിൽ വ്യത്യാസം. ഇനി അടുത്ത നമുക്ക് പഠിക്കുന്നത് ഐസോബാർ. എന്താ ഐസോബാർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറൻറ്റ് എലമെന്റ്സ് ആണ്, ഡിഫറൻറ്റ് അറ്റോമിക് നമ്പർ ആണ്, ബട്ട് സെയിം മാസ് നമ്പർ ആണ്. നിങ്ങൾ നോക്കൂ, കാർബൺ 14, നൈട്രജൻ 14, മാസ് നമ്പർ സെയിം ആണ്, അറ്റോമിക് നമ്പർ ഡിഫറൻ്റ് ആണ്. ആർഗൺ 40, കാൽസ്യം 40, മാസ് നമ്പർ സെയിം, അറ്റോമിക് നമ്പർ ഡിഫറൻറ്റ്. അതേപോലെ ഐസോട്ടോൺ, നമ്പർ ഓഫ് ന്യൂട്രോൺസ് സെയിം ആണെങ്കിൽ അതാണ് ഐസോട്ടോൺ. നോക്കിയേക്ക്, കാർബൺ 14 എങ്ങനെ ന്യൂട്രോണിൻ്റെ എണ്ണം കാണാം? 14 - 6 8. നൈട്രജൻ 15, 15 - 7 8. ദെൻ ഓക്സിജൻ 16, 16 - 8 8. ഓക്കെ, എല്ലാത്തിലും ന്യൂട്രോണിൻ്റെ എണ്ണം സെയിം ആണ്. ഇവരെ പറയുന്ന പേരാണ് ഐസോട്ടോൺ. അപ്പോൾ ഐസോടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺ. ക്ലിയർ ആണല്ലോ അത്? അടുത്തത് ലൈറ്റിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ലൈറ്റ്
ഒക്കെ സയൻറ്റിസ്റ്റ് ഈ ഹോട്ട് ബോഡീസ് അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ഹോട്ട് ബോഡീസ് ചില റേഡിയേഷൻ അബ്സോർബ് ചെയ്യും, ചിലതിനെ എമിറ്റ് ചെയ്യും. അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഒരു ജനറലൈസേഷനിലെത്തിയതാണ് ജെയിംസ് മാക്സ്വെല്ല്. എന്താ കൊടുത്തറിയോ? വെൻ ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് മൂവ് അണ്ടർ ആക്സിലറേഷൻ alternating electric and magnetic fields are produced and are transmitted. അതായത് ആക്സിലറേഷനിൽ ഒരു അട്രാക്ഷനിൽ ഒരു ചാർജ്ഡ് വസ്തു മൂവ് ചെയ്യുമ്പോൾ ദെൻ എന്താ ചെയ്യുന്നത്? അതിൽ എനർജി റിലീസ് ചെയ്യുന്നുണ്ട്, ദെൻ ഒക്കെ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് ഫീൽഡും ആൾട്ടർനേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് വഴിയെ മനസ്സിലാവും അത്. നോക്കൂ, ദീസ് ഫീൽഡ് ആർ ട്രാൻസ്മിറ്റഡ് ഇൻ ദ ഫോം ഓഫ് വേവ്. ദെൻ ഒരു വേവ് രൂപത്തിലാണ് ഈ ഫീൽഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അത് വിട്ടുകൊടുക്കുന്ന ഈ ദെൻ ചാർജ്ഡ് ദെൻ ഒബ്ജക്റ്റ് ആക്സലറേഷനിൽ മൂവ് ചെയ്യുമ്പോൾ അത് ആൾട്ടർനേറ്റിംഗ് മാറിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് വിട്ടുകൊടുക്കുന്നു. ഓക്കെ, ദെൻ ഇനി അത് ദെൻ വേവ്സ് രൂപത്തിലാണ് വിട്ടുകൊടുക്കുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇനി ദീസ് ആർ ദ റേഡിയേഷൻ അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ദീസ് ആർ ദ റേഡിയേഷൻ അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. എക്സാമ്പിൾ ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണ് ലൈറ്റ് എന്നുള്ളത്. അടുത്ത് നോക്കിയേക്കും. ഇപ്പം നമ്മൾ ആ പിക്ചർ കണ്ടാൽ അറിയും, അതിൽ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ നേരെ പോകുന്ന സാധനമാണെങ്കിൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡും അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ദ ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് കോമ്പോണൻസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. Then okay, the components have same wavelength, frequency, speed and amplitude, but they vibrate in two mutually perpendicular planes. അപ്പോൾ റേഡിയേഷൻ നമ്മൾ പറയുന്ന പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തൊക്കെയുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം, നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. നോക്കൂ, ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദിസ് റേഡിയേഷൻസ് ആർ എന്തൊക്കെയാണ്? ദ ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആൻഡ് ബോത്ത് ആർ പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്. വേവ് പോകുന്നതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉള്ളത്, നേരത്തെ പറഞ്ഞു. എന്നിട്ട് ദ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഡു നോട്ട് റിക്വയർ എ മീഡിയം ഫോർ പ്രൊപ്പഗേഷൻ ആൻഡ് ക്യാൻ മൂവ് ഇൻ വാക്വം. ഇപ്പം നമ്മൾ വാക്വത്തിൽ വേണമെങ്കിൽ, അതായത് മീഡിയം വേണമെന്നില്ല, പക്ഷേ സൗണ്ട് വേവ് പാസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരു മീഡിയം വേണം. വെള്ളത്തിൽ കല്ലിട്ടാൽ ഒരു വേവ്സ് ഉണ്ടാകും, അത് പാസ് ചെയ്യണമെങ്കിൽ ഒരു മീഡിയം വേണം. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് എന്ത് വേണ്ട? പ്രൊപ്പഗേറ്റ് ചെയ്യാൻ മീഡിയം ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനി എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെയും വെലോസിറ്റി വാക്വത്തിൽ കോൺസ്റ്റൻ്റ് ആണ്, 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ദർ ആർ മെനി ടൈപ്പ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഉണ്ട്. ദെൻ അവർ വ്യത്യാസം വരെ വേവ് ലെങ്ത്തിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസിയിൽ വ്യത്യാസം ഉണ്ടാവും. എല്ലാവർക്കും വെലോസിറ്റി വാക്വത്തിൽ സെയിം ആണ്, വേവ് ലെങ്ത്തിൽ ഫ്രീക്വൻസിയിൽ വ്യത്യാസമുണ്ട്. ദെൻ ഇവരെ പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ആ എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെയും കൂടിയിട്ട് പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ആ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള ലൈൻസ് ഒന്ന് നോക്കിയേക്ക്. ഇവിടെ വേവ് ലെങ്ത്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ഡിക്രീസിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ ഗാമ റേസ്, എക്സ് റേസ്, UV, പിന്നെ അത് കഴിഞ്ഞിട്ട് വിസിബിൾ റീജിയൻ ഉണ്ട്, ഇൻഫ്രാറെഡ് ഉണ്ട്, മൈക്രോവേവ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് റേഡിയോ വേവ്സ് ഉണ്ട്. ഓക്കെ, ഈ പിക്ചർ ഒന്ന് നോക്കിയേക്ക് നിങ്ങൾ. അതിൽ നമ്മൾ വിസിബിൾ റീജിയൻ അത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ബാക്കിയൊന്നും നമുക്ക് കാണാൻ പറ്റാത്തതാണ്. എക്സ് റൈസ് ഉണ്ട്, ഗാമ റൈസ് ഉണ്ട്, എക്സ് റൈസ് ഉണ്ട്, UV റൈസ് ഉണ്ട്, ദെൻ അതേപോലെ വിസിബിൾ ഉണ്ട്, IR ഉണ്ട്, പിന്നെ അതേപോലെ മൈക്രോവേവ്സ്, റേഡിയോ വേവ്സ്. ഇതൊക്കെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡും ഡിഫ്ലക്ഷനുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ്. ഓക്കെ, ഇതിൽ നമ്മൾ വിസിബിൾ റീജിയൻ എവിടുന്നാണ് തുടങ്ങുന്നത്? 400 നാനോമീറ്റർ ടു 750 നാനോമീറ്റർ വരെയുള്ള ആ വേവ് ലെങ്ത് ഉള്ള ആ റീജിയനാണ് നമ്മളെ വിസിബിൾ റീജിയൻ. അത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്, ഇത്രയും മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ. ക്ലിയർ ആണല്ലോ അത്? ഓക്കെ, അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. എന്തായാലും എഴുതി, എന്താ ഫ്രീക്വൻസി? എന്താ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? ആവൃത്തി, ന്യൂ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് വേവ്സ് പാസ്ഡ് ത്രൂ എ പോയിന്റ് ദെൻ ഇൻ എ ഗിവൺ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന വേവ്സിന്റെ എണ്ണത്തെ പറയുന്ന പേരാണ് ദെൻ ഫ്രീക്വൻസി. രണ്ടാമത് എന്താ നോക്കൂ, SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി എന്താണ്? ഹെർട്സ് അല്ലെങ്കിൽ പെർ സെക്കൻഡ്.
ഓക്കെ. രണ്ടാമത് വേവ് ലെങ്ത്. എന്താ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇതൊരു വേവ് ആണെങ്കിൽ ഇതൊരു ക്രസ്റ്റ്, ഇത് ട്രഫ്, ദെൻ ഇത് ക്രസ്റ്റ്, അടുത്ത ട്രഫ്. ഈ രണ്ട് ക്രസ്റ്റുകൾക്കിടക്കുള്ള കോൺസിക്യൂട്ടറി ക്രസ്റ്റ് അല്ലെങ്കിൽ ട്രഫുകൾക്കുള്ള അകലത്തിനെ പറയുന്ന പേരാണ് ലാംഡ വേവ് ലെങ്ത്. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസൻറ്റ് ക്രസ്റ്റ് ഓർ ടു അഡ്ജസൻറ്റ് ട്രഫ്. അതിനെ പറയുന്ന പേരാണ് വേവ് ലെങ്ത്. നാനോമീറ്ററിലോ അല്ലെങ്കിൽ സെന്റിമീറ്ററിലോ പറയാം. വിസിബിൾ റീജിയനിൽ നമ്മൾ പറഞ്ഞു വേവ് ലെങ്ത് 400 നാനോമീറ്റർ ടു 750 നാനോമീറ്റർ ആണ് എന്നുള്ളത്. അപ്പോൾ ഫ്രീക്വൻസി എന്നുള്ളത് പറഞ്ഞു എന്താ? നമ്പർ ഓഫ് വേവ്സ് പാസ്ഡ് ത്രൂ എ പോയിന്റ് ഇൻ 1 സെക്കൻഡ്. ഇനി വേവ് നമ്പർ. എന്താ വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് വേവ്സ് പെർ യൂണിറ്റ് ലെങ്ത്. യൂണിറ്റ് ലെങ്ത്തിലുള്ള വേവ്സിന്റെ എണ്ണത്തെ പറയുന്ന പേരാണ് വേവ് നമ്പർ. ഇറ്റ് ഈസ് ദി റെസിപ്രോക്കൽ ഓഫ് വേവ് ലെങ്ത്. ദെൻ വേവ് നമ്പർ ന്യൂ ബാർ ഈക്വൽ ടു 1/λ എന്നാ കൊടുക്കാം. ഇത് മീറ്റർ ഇൻവേഴ്സിൽ പറയാം അല്ലെങ്കിൽ സെന്റിമീറ്റർ ഇൻവേഴ്സിൽ പറയാം. ഇനി ഫ്രീക്വൻസിയും അതേപോലെ വെലോസിറ്റിയും അതേപോലെ വേവ് ലെങ്ത്തും കൂടി തമ്മിലുള്ള റിലേഷനാണ് സി ഈക്വൽ ടു ന്യൂ ലാംഡ ഓർ ന്യൂ സി ഈക്വൽ ടു സി ബൈ ലാംഡ. ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചോണം. വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇസ് ഈക്വൽ ടു എന്താ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി വേവ് ഇൻ 1 സെക്കൻഡ്. അതാണ് വെലോസിറ്റി. ന്യൂ ഇൻറ്റു ലാംഡ ഓർ ന്യൂ സി ഈക്വൽ ടു സി ബൈ ലാംഡ. ബുദ്ധിമുട്ടില്ലല്ലോ അത്? ഇത് വെച്ചിട്ട് ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്, ശ്രദ്ധിച്ചേക്കാം. അടുത്ത് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. എന്താ ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്നുള്ളത് എന്താണ്? നോക്കൂ, അതിൽ പറയുന്നത് ഹോട്ട് ഒബ്ജക്ട്സ് then emit electromagnetic radiation over a wide range of wavelength. ഇപ്പം നമ്മൾ ഇരുമ്പ് ചൂടാക്കി കഴിഞ്ഞാൽ ആദ്യം ഒരു ഡൾ റെഡാണ് കിട്ടുക, പിന്നെ റെഡ് കളറിൽ കിട്ടും, പിന്നെയും ചൂടാക്കിയ വൈറ്റ്, പിന്നെയും ചൂടാക്കിയ ബ്ലൂ കളറൊക്കെ കിട്ടും. അപ്പോൾ ഇതെന്താ മനസ്സിലായതാണ്? ചൂട് കൂടും തോറും വേവ് ലെങ്ത്ത് കുറയുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ വരും. വേവ് ലെങ്ത്ത് ബ്ലൂയിലേക്കല്ലേ വരുന്നത്, വയലറ്റ് ഇൻഡിഗോ ബ്ലൂ ഇങ്ങോട്ടും ഇങ്ങനെ റെഡ് ഇങ്ങനെ അങ്ങോട്ട് വരികയാണ്. വേവ് ലെങ്ത്ത് കുറഞ്ഞ റീജിയനിലേക്ക് വരുന്നതാണ്. ഓക്കെ. ഇനി ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഐഡിയൽ കണ്ടീഷനാണ്. an ideal body which absorb and emit all type of electromagnetic radiation are called black body, and the radiation emitted by such a black body is called black body radiation. അതിനെ പറയുന്ന പേരാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. അപ്പോൾ എന്താ ബ്ലാക്ക് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? an ideal body which can absorb and emit all type of radiation. A black body is defined as a perfect absorber and emitter of radiation. എന്നിട്ട് ഇൻ പ്രാക്ടീസ് നോ സച്ച് ബോഡി എക്സിസ്റ്റ്. കാർബൺ ബ്ലാക്ക് അപ്രോക്സിമേറ്റ്ലി ഫെയർലി ക്ലോസ്ലി ടു ബ്ലാക്ക് ബോഡി. കാർബൺ ബ്ലാക്കിനെ നമുക്ക് ഏകദേശം ബ്ലാക്ക് ബോഡി ആയിട്ട് കരുതാം. എല്ലാത്തരം റേഡിയേഷൻ അബ്സോർബ് ചെയ്യും, എല്ലാത്തരം റേഡിയേഷൻ എമിറ്റ് ചെയ്യും. അതാണ് ബ്ലാക്ക് ബോഡി എന്നുള്ളത്. ഇനി ദ ഫിനോമിന ഓഫ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ വാസ് ഫസ്റ്റ് എക്സ്പ്ലെയിൻഡ് ബൈ മാക്സ് പ്ലാങ്ക്. മാക്സ് പ്ലാങ്ക് ആണ് എക്സ്പ്ലെയിൻ ചെയ്ത്. വേവ് തിയറി വെച്ചിട്ട് പറ്റൂല, അതിന് പുതിയ തിയറി കൊണ്ടുവന്നു. അതാണ് ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റ്. അതാണ് മാക്സ് പ്ലാങ്ക് കൊണ്ടുവരുന്നത്. എന്താ ക്വാണ്ടം തിയറി ഓഫ് ലൈറ്റിൽ പറയുന്നത്? ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ് കുഡ് എമിറ്റ് ഓർ അബ്സോർബ് എനർജി നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് ഡിസ്കണ്ടിന്യൂസ്ലി ഇൻ ദ ഫോം ഓഫ് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി കോൾഡ് കോണ്ട അല്ലെങ്കിൽ ഫോട്ടോൺ എന്നുള്ളത്. അതായത് എനർജി കൊടുക്കുന്നതും വാങ്ങുന്നതും കണ്ടിന്യൂസ് ആയിട്ട് തോന്നുന്ന രൂപത്തിലല്ല. അതെങ്ങനെയാണ്? ചെറിയ ചെറിയ എനർജിയുടെ യൂണിറ്റുകളായിട്ടാണ്, പാക്കറ്റുകളായിട്ടാണ് കൊടുക്കുന്നത്. എനർജി പാക്കറ്റ്സ് ആയിട്ടാണ്. ആ എനർജി പാക്കറ്റ് വളരെ ചെറുതായിരിക്കും. ആ ഒരു യൂണിറ്റിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് എനർജി കൊടുക്കുന്നതും വാങ്ങുന്നതും. ആറ്റംസ് ഓർ മോളിക്യൂൾസ് കുഡ് എമിറ്റ് എനർജി നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് ഡിസ്കണ്ടിന്യൂസ്ലി ഇൻ സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി കാൾഡ് കോണ്ട ഓർ ഫോട്ടോൺ. ശരിക്കും ഫോട്ടോൺ എന്ന് പറയുന്നത് ലൈറ്റ് എനർജിയുടെ കേസിൽ കോണ്ട ഓഫ് എനർജിയാണ്. ഇനി ദ എനർജി ഓഫ് ക്വാണ്ടം ഓഫ് റേഡിയേഷൻ ഈസ് പ്രപ്പോർഷണൽ ടു ഈസ് ഫ്രീക്വൻസി. ഒരു ക്വാണ്ടം ഓഫ് റേഡിയേഷൻ എനർജി പ്രപ്പോർഷണൽ ടു ഫ്രീക്വൻസിയാണ്. ഓർ ഈസ് ഈക്വൽ ടു ഈ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ന്യൂ എന്ന് കിട്ടും, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ന്യൂ ഓർ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് കിട്ടും. എച്ച് എന്നുള്ളതിനെ പറയുന്ന പേര് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. എന്താ വിളിക്കുന്ന പേര്? പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. അതിൻ്റെ വാല്യൂ എത്രയാണ്? 6.626 ഇൻറ്റു 10⁻³ ജൂൾ സെക്കൻഡ്. ഇപ്പോൾ വളരെ ചെറിയൊരു വാല്യൂ ആണ്. ആ ക്വാണ്ടം ഓഫ് എനർജി എന്നുള്ളത് വളരെ ചെറുതാണ്, പക്ഷെ അതിൻ്റെ മൾട്ടിപ്പിളുകളായിട്ടാണ് എനർജി അബ്സോർബ് ചെയ്യുന്നതും എമിറ്റ് ചെയ്യുന്നതും. മനസ്സിലായില്ലേ അത്? അടുത്തത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. എന്താണ് ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ? ചില മെറ്റൽ ഷീറ്റിൽ ഇവിടെ നോക്കൂ, അപ്പോൾ നമ്മളൊരു സീഷ്യം മെറ്റൽ ഷീറ്റ് എടുത്തു. ഇവിടെ ലൈറ്റ് വീണാൽ ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യും. ആ ഇലക്ട്രോൺസിൻ്റെ ഇജക്ഷൻ
വെൻ ലൈറ്റ് ഫോൾ ഓൺ എ മെറ്റൽ സർഫസ്, അതിനെ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ ഫിനോമിനൺ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ വെൻ ലൈറ്റ് ഫോൾ ഓൺ സം മെറ്റൽസ്. പക്ഷെ ലൈറ്റ് ഇവിടുന്ന് വീഴുമ്പോൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യണമെങ്കിൽ ഈ വരുന്ന ലൈറ്റിനൊരു മിനിമം ഫ്രീക്വൻസി എങ്കിലും വേണം. മിനിമം ഫ്രീക്വൻസി വേണം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണം. അപ്പോഴേ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുള്ളൂ. അപ്പം എന്താ എഴുതിയ എന്താ? ഇറ്റ് ഈസ് ദ ഫിനോമിനൺ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺസ് ബൈ സെർട്ടൈൻ മെറ്റൽസ് വെൻ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി fall on them അല്ലെങ്കിൽ ഇൻസിഡന്റ് ഓൺ ദം. ദെൻ ലൈറ്റ് വീഴുമ്പോൾ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അവിടെ പിക്ചറിലുണ്ട്. ലൈറ്റ് വീഴുമ്പോൾ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ദറ്റ് ഈസ് കോൾഡ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. കണ്ടുപിടിച്ചത് ഹേർട്സ് എന്നുള്ള സയൻറ്റിസ്റ്റ് ആണ്, ഹേർട്സ്. ദെൻ ആ ഇലക്ട്രോൺസിനെ പറയുന്ന പേര് ഫോട്ടോ ഇലക്ട്രോൺസ് എന്നാണ്. ഇനി ഇതിൻ്റെ ഒബ്സർവേഷൻസ് ഇതൊക്കെ എക്സാമിന് ചോദിക്കലുണ്ട് കേട്ടോ, ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇവിടെ ലൈറ്റ് വീഴുന്നതും ഇലക്ട്രോൺസിൻ്റെ ഇജക്ഷനും തമ്മിൽ ടൈം ലാഗ് ഇല്ല. എപ്പോഴാണോ ലൈറ്റ് വീഴുന്നത് അപ്പോഴേ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇജക്ട് ചെയ്യും. ദ ഇലക്ട്രോൺസ് ആർ ഇജക്റ്റഡ് ഫ്രം ദി മെറ്റൽ സർഫസ് ആസ് സൂൺ ആസ് ദ ബീം ഓഫ് ലൈറ്റ് സ്ട്രൈക്ക് ദ സർഫസ്. ദറ്റ് ഈസ് ദർ ഈസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ സ്ട്രൈക്കിംഗ് ഓഫ് ലൈറ്റ് ബീം ആൻഡ് ദ ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം മെറ്റൽ സർഫസ്. ആ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ലൈറ്റ് അവിടെ തട്ടുന്നതും അതേപോലെ ഇലക്ട്രോൺസിൻ്റെ ഇജക്ഷനും തമ്മിൽ ദർ ഇസ് നോ ടൈം ലാഗ് എന്നാ പറയുന്ന ഒന്നാമത്തത്. രണ്ടാമത്തത് ദെൻ ഇലക്ട്രോൺസ് ഇവിടുന്ന് ഇജക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു മിനിമം ഫ്രീക്വൻസി വേണമെന്ന് പറഞ്ഞു. അത് ഓരോ മെറ്റലിനും ഓരോ പ്രത്യേക വാല്യൂ ആണ്. അതിനെ പറയുന്ന പേരാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. എന്താ പേരെന്താ? ത്രെഷോൾഡ് ഫ്രീക്വൻസി. അവിടെ ഉണ്ട് മൂന്നാമത്തായിട്ട്. ഫോർ ഈച്ച് മെറ്റൽ ദർ ഇസ് എ മിനിമം ഫ്രീക്വൻസി നോൺ ആസ് ത്രെഷോൾഡ് ഫ്രീക്വൻസി ബിലോ വിച്ച് ഫോട്ടോ ഇലക്ട്രോൺസ് ഡു നോട്ട് ഈസ് നോട്ട് ഒബ്സർവ്ഡ്. ഇനി അതേപോലെ ഇവിടുന്ന് എത്ര ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇജക്റ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് ഓഫ് ലൈറ്റ്. അതേപോലെ ഇവിടുത്തെ ഈ ലൈറ്റിൻ്റെ ഫ്രീക്വൻസി കൂടും തോറും ഇവിടുന്ന് ഇജക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി കൂടും. ദ കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ? എന്തൊക്കെയാണ് നോക്കിയേക്ക്. നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദ ഫിനോമിനൺ ഓഫ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ വെൻ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി ഫാൾ ഓൺ ദി മെറ്റൽ സർഫസ്. ഇനി ഒബ്സർവേഷൻസ് എന്താണ്? ദർ ഇസ് നോ ടൈം ലാഗ് ബിറ്റ്വീൻ ഫാളിംഗ് ഓഫ് ലൈറ്റ് ആൻഡ് ഇജക്ഷൻ ഓഫ് ഇലക്ട്രോൺ. രണ്ടാമത്തെ എന്തായിരുന്നു? നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇജക്റ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ്. മൂന്നാമത്തെ എന്തായിരുന്നു? ദെൻ ദർ ഇസ് മിനിമം ഫ്രീക്വൻസി റിക്വയർഡ് ടു ഇജക്ട് ഇലക്ട്രോൺ. ദാറ്റ് മിനിമം ഫ്രീക്വൻസി ഈസ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ മെറ്റൽ ആൻഡ് ഈസ് കോൾഡ് ത്രെഷോൾഡ് ഫ്രീക്വൻസി. അടുത്തത് കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ഈസ് പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ്. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ബെസ്റ്റ് ഫോട്ടോ ഇലക്ട്രിക് മെറ്റീരിയലായിട്ട് സീർഷിയൊക്കെ നമുക്ക് പറയാം. കണ്ടുപിടിച്ചത് ഹേർട്സ് എന്നുള്ള സയൻറ്റിസ്റ്റ്. ഓക്കെ, അടുത്തത് ഐൻസ്റ്റീൻ ഈ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു. അതാണ് എന്താണ് ഐൻസ്റ്റീൻ കൊടുത്ത എന്താണ്? അപ്പോൾ നമ്മൾ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നു. ഇവിടെ അട്രാക്ഷൻ ഉണ്ട്. ഈ അട്രാക്ഷന് ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ഈ അട്രാക്ഷനെ ഓവർടേക്ക് ചെയ്യുന്ന ഒരു എനർജി വന്നു കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടുന്ന് ഇജക്ട് ചെയ്യാൻ ഈ ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റിനൊരു മിനിമം എനർജി വേണം, അല്ലെങ്കിൽ മിനിമം ഫ്രീക്വൻസി വേണം. അതാണ് ത്രെഷോൾഡ് ഫ്രീക്വൻസി, അല്ലെങ്കിൽ ആ എനർജി ഓഫ് ലൈറ്റിനെ പറയുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി. അതിനെ ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ എന്നൊക്കെ പറയാറുണ്ട്. നോക്കൂ, അപ്പോൾ അതിൻ്റെ ബാക്കി എനർജി എന്താക്കി മാറ്റും? കൈനറ്റിക് എനർജിയായി മാറും. അപ്പോൾ എന്താണ്? കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ഈക്വൽ ടു എന്തൊക്കെയുള്ളത്? അല്ലെങ്കിൽ നമ്മൾ ലൈറ്റ് ഇവിടെ വീഴുന്നത് എന്തിനൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്? ഒന്ന്, ഈ അട്രാക്ഷന് ബ്രേക്ക് ചെയ്യാൻ ഒരു മിനിമം എനർജി വേണം. ബാക്കി എനർജി ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി ആയിരിക്കും. എനർജി ഓഫ് സ്ട്രൈക്കിംഗ് ഫോട്ടോൺ ഈക്വൽ ടു മിനിമം എനർജി റിക്വയർഡ് ടു ഇജക്ട് ഇലക്ട്രോൺ പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ. ദെൻ എനർജി ഓഫ് സ്ട്രൈക്കിംഗ് ബീം ഇ ആണെങ്കിൽ മിനിമം എനർജി E0 പ്ലസ് കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ഓർ എച്ച് ന്യൂ ഈക്വൽ ടു എച്ച് ന്യൂ 0 ലൈറ്റ് ഫോട്ടോണിന്റെ എനർജി. ഇത് ത്രെഷോൾഡ് ഫ്രീക്വൻസി, കൈനറ്റിക് എനർജി ഓഫ് ഇജക്റ്റഡ് ഇലക്ട്രോൺ ഓർ കൈനറ്റിക് എനർജി കാണാൻ ½ mv². സോ ഇക്വേഷൻ ഇതാണ്: എനർജി ഓഫ് ദി സ്ട്രൈക്കിംഗ് ഫോട്ടോൺ എച്ച് ന്യൂ, മിനിമം എനർജി റിക്വയർഡ് ടു ഇജക്ട് ദി ഇലക്ട്രോൺ എച്ച് ന്യൂ 0. അതിനെ പറയുന്ന പേരാണ് ത്രെഷോൾഡ് എനർജി അല്ലെങ്കിൽ ഫോട്ടോ ഇലക്ട്രിക് വർക്ക് ഫംഗ്ഷൻ എന്നൊക്കെ പറയും. ഇതാണ് ഇതിന് കൊടുക്കുന്ന എക്സ്പ്ലനേഷൻ. ഏതിന് കൊടുക്കുന്നത്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് ഐൻസ്റ്റീൻ കൊടുത്ത എക്സ്പ്ലനേഷൻ ആണിത്. ഇനി അടുത്തത്
നോക്കൂ, ആ ന്യൂ എന്നുള്ളത്, അതായത് നമുക്കിങ്ങനെ കൊടുക്കാൻ പറ്റും കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു എന്താ എഴുതാൻ പറ്റും, എച്ച് ന്യൂ മൈനസ് എച്ച് ന്യൂ സീറോ, എച്ച് ഇൻറ്റു ന്യൂ മൈനസ് ന്യൂ സീറോ എന്ന് എഴുതാൻ പറ്റും. ഇനി ഈ ന്യൂ എന്നുള്ളത് ലെസ് ദാൻ ന്യൂ സീറോ ആണെങ്കിൽ നോ ഇലക്ട്രോൺസ് വിൽ ബി ഇജക്റ്റഡ് എന്നുള്ളതാണ്. ന്യൂ ഗ്രേറ്റർ ദാൻ ന്യൂ സീറോ ആണെങ്കിൽ ആ എക്സ്ട്രാ എനർജി ഇമ്പോർട്ടഡ് ടു ദി ഇജക്റ്റഡ് ഇലക്ട്രോൺ ആസ് കൈനറ്റിക് എനർജി. ആസ് ദ ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ ഇൻക്രീസസ് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻക്രീസ് ചെയ്യും. എ മോർ ഇൻറ്റൻസ് ബീം ഓഫ് ലൈറ്റ് കണ്ടെയ്ൻ ലാർജ് നമ്പർ ഓഫ് ഫോട്ടോൺസ്. സോ കൂടുതൽ എണ്ണം ഫോട്ടോൺസ് വരും തോറും കൂടുതൽ ഇലക്ട്രോൺസ് ഇജക്റ്റ് ചെയ്യും. ഇതാണ് ഐൻസ്റ്റീൻ ഇതിന് കൊടുത്ത എക്സ്പ്ലനേഷൻ. ഏതിന്? ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിന് കൊടുത്ത എക്സ്പ്ലനേഷൻ. ഓക്കെ, അടുത്തത് ഡ്യുവൽ ബിഹേവിയർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. നമ്മൾ ലൈറ്റിൻ്റെ ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ റിഫ്ലക്ഷന് അതേപോലെ ചില കാര്യങ്ങൾ ഇപ്പോൾ വേവ്സ് ലൈക്ക് പ്രോപ്പർട്ടി, ഇപ്പോൾ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഒരു ഒബ്ജക്റ്റിനെ ചുറ്റിയിട്ട് ലൈറ്റ് കുറച്ച് വളഞ്ഞ് സഞ്ചരിക്കും. അതേപോലെ ഇൻ്റർഫറൻസ് എന്നുള്ളതുണ്ട്. രണ്ട് വേവ്സ് ആഡ് ചെയ്യുമ്പോൾ ഒക്കെ അഡീഷണൽ സബ്സ്ട്രാക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ട്, ഇൻ്റർഫറൻസ്. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ റിഫ്ലക്ഷൻ, റിഫ്രാക്ഷൻ, ഡിഫ്രാക്ഷൻ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ നല്ലതാണ് ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഇപ്പോൾ റിഫ്ലക്ഷൻ ഉണ്ട്, റിഫ്രാക്ഷൻ, ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ പാത്തിൽ വളവൊക്കെ സഞ്ചരിക്കും. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേവ് നേച്ചർ പറ്റുന്നുള്ളതാണ്. ഇനി പക്ഷേ അതേപോലെ ബ്ലാക്ക് ബോഡി റേഡിയേഷന് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പാർട്ടിക്കിൾ നേച്ചർ വേണമെന്നാണ്. അപ്പോഴാണ് ഐൻസ്റ്റീൻ പറയുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന് ബോത്ത് നേച്ചർ ഉണ്ട്. എന്തൊക്കെ നേച്ചറാണ്? പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്, വേവ് നേച്ചറും ഉണ്ട്. ഇതിനാണ് ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഡ്യുവൽ നേച്ചർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ. ഇനിയാണ് അറ്റോമിക് സ്പെക്ട്രം. പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. അത് എന്താ അറ്റോമിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? അതിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ വൈറ്റ് ലൈറ്റിനെ പ്രിസത്തിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് 7 കളേഴ്സ് ആയിട്ട് മാറും. അത് നമ്മൾ എന്താ വിളിക്കുന്ന പേരെന്താണ്? നമ്മളതിന് എന്തൊക്കെയോ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ അതിനെ പറയുന്ന പേരെന്താ? ഡിസ്പേർഷൻ എന്നൊക്കെ പറയും. വെൻ ലൈറ്റ് പാസ് ത്രൂ എ പ്രിസം 7 കളേഴ്സ് ആയിട്ട് മാറുന്നൊക്കെ പഠിച്ചിട്ടുണ്ട്, ഡിസ്പേർഷൻ. അതിൽ നമ്മളിപ്പോൾ നേരത്തെ കണ്ടു എന്തൊക്കെയുള്ളത്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് വ്യത്യസ്ത കളേഴ്സ് ആയിട്ട് മാറും. അതിനാണ് നമ്മൾ സ്പെക്ട്രം എന്ന് പറയാം. ദ സ്പ്രെഡിങ് ഓഫ് റേ ഓഫ് വൈറ്റ് ലൈറ്റ് ഇൻ ടു സീരീസ് ഓഫ് കളേർഡ് ബാൻഡ് ഈസ് കോൾഡ് സ്പെക്ട്രം. ആ സ്പെക്ട്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ സ്പെക്ട്രം. ഇതിൽ നിങ്ങൾ നോക്കുക, ആ സ്പെക്ട്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ 7 കളേഴ്സ് ആയിട്ട് മാറുന്നു. ആ കളേഴ്സ് നോക്കിയാൽ നമ്മൾ നേരത്തെ കണ്ടപ്പോൾ പഠിച്ചിരുന്നു. ആ സ്പെക്ട്രത്തിൽ വയലറ്റ് കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണോ ഇൻഡിഗോ വരുന്നത്? അല്ല, കണ്ടിന്യൂസ് ആയിട്ടാണ് ആ വേവ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിന് പറയുന്ന പേര് കണ്ടിന്യൂസ് സ്പെക്ട്രം എന്നാണ്. കണ്ടിന്യൂസ് സ്പെക്ട്രം 400 നാനോമീറ്റർ മുതൽ 750 നാനോമീറ്റർ വരെ കണ്ടിന്യൂസ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നോക്കിയേക്കും, വെൻ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇന്ററാക്ട് വിത്ത് മാറ്റർ എന്തൊക്കെയാണ്? ആറ്റംസ് ആൻഡ് മോളിക്യൂൾ മേ അബ്സോർബ് എനർജി ആൻഡ് റീച്ച് ടു എ ഹയർ എനർജി സ്റ്റേറ്റ്. With a higher energy, these are unstable state. Then for returning to their normal state, then the atoms and molecule emit radiation in various regions of the electromagnetic spectrum. എന്താ ഇപ്പോൾ പറഞ്ഞാൽ എന്താ? ഹൈഡ്രജനിൽ എനർജി കൊടുത്താൽ അത് എക്സൈറ്റഡ് സ്റ്റേറ്റിലെത്തും. ഇവർ താഴെ ലോവർ ലെവലിലേക്ക് തന്നെ വരുമ്പോൾ അതിൻ്റെ എക്സ്ട്രാ എനർജി റേഡിയേഷൻ്റെ രൂപത്തിൽ വിട്ടുകൊടുക്കും എന്നാണ് പറഞ്ഞത്. അവിടെ നോക്കിയേക്ക്, അവിടെയാണ് എമിഷൻ ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. എന്താ എമിഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഒരു ആറ്റം എനർജി റിലീസ് ചെയ്യുമ്പോൾ ആ എനർജിയെ നമ്മളൊരു സ്പെക്ട്രം രൂപത്തിൽ ആ റേഡിയേഷൻ അറേഞ്ച് ചെയ്താൽ അതിനെ പറയുന്ന പേരാണ് എമിഷൻ സ്പെക്ട്രം എന്നുള്ളത്. പക്ഷേ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചൊരു അതിൻ്റെ ഈ എമിഷൻ സ്പെക്ട്രത്തിൻ്റെ ഒരു ഫോട്ടോഗ്രാഫിക് നെഗറ്റീവ് രൂപത്തിലാണ് പറയാം. എന്താ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ട്, ഇതിലൂടെ നമ്മളൊരു കണ്ടിന്യൂസ് സ്പെക്ട്രം ലൈറ്റ് ഇങ്ങനെ വിട്ടുകൊടുക്കുകയാണ്, ഇതിലൂടെ കൊടുത്തു. പക്ഷേ ഇവിടെ വരുന്ന ലൈറ്റിനെ നമ്മളൊരു സ്പെക്ട്രം രൂപത്തിൽ അറേഞ്ച് ചെയ്തപ്പോൾ കണ്ടിന്യൂസ് ഇടയ്ക്ക് ചില ഡാർക്ക് ലൈനുകളുണ്ട്. എന്തായിരിക്കും കാരണം? ഈ ഹൈഡ്രജൻ അതിനെ അബ്സോർബ് ചെയ്തതിൻ്റെ ബാക്കിയാണ് ഇങ്ങോട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിനെ പറയുന്ന പേര് അബ്സോർപ്ഷൻ സ്പെക്ട്രം. എമിഷൻ സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രജനെ നമ്മൾ ചൂടാക്കി അല്ലെങ്കിൽ ഇലക്ട്രിക് ഡിസ്ചാർജ് ഒക്കെ കൊടുത്തു, അങ്ങനെ ഇത് ഹൈ എനർജി സ്റ്റേറ്റിലേക്ക് എത്തി. അവിടെ അൺസ്റ്റേബിൾ ആണ്, എനർജി കൂടിയപ്പോൾ. അപ്പോൾ അത് എക്സ്ട്രാ എനർജി അത് റിലീസ് ചെയ്തു റേഡിയേഷൻ രൂപത്തിൽ. അതിനെ
നമ്മൾ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്പെക്ട്രം രൂപത്തിൽ വേവ് ലെങ്ത്തിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്താൽ അതിനെയാണ് നമ്മൾ എമിഷൻ സ്പെക്ട്രം. ഇതെന്താ സാധനം? എന്താ? അബ്സോർബ് ചെയ്തതിന്റെ ബാക്കി അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഇനി എ കണ്ടിന്യൂം ഓഫ് റേഡിയേഷൻ പാസ്ഡ് ത്രൂ ദ സാമ്പിൾ വിച്ച് അബ്സോർബ് റേഡിയേഷൻ ഓഫ് സെർട്ടൈൻ വേവ് ലെങ്ത്. ദ മിസ്സിംഗ് വേവ് ലെങ്ത് വിച്ച് കറസ്പോണ്ട്സ് ടു റേഡിയേഷൻ അബ്സോർബ്ഡ് ബൈ ദി മാറ്റർ ലീവ് ഡാർക്ക് സ്പേസ് ഇൻ ബ്രൈറ്റ് കണ്ടിന്യൂസ് സ്പെക്ട്രം. സ്പെക്ട്രോസ്കോപ്പി ഈസ് ദി സ്റ്റഡി ഓഫ് എമിഷൻ ആൻഡ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളേ ഉള്ളൂ. ചോദ്യം ഇവിടെ നിന്ന് വല്ലാതെ ചോദിക്കൂല. ഇനി നമുക്ക് വരാം. എന്തൊക്കെയാണുള്ളത്? ദ എമിഷൻ സ്പെക്ട്ര ഓഫ് ആറ്റംസ് ഇൻ ദി ഗ്യാസ് ഫേസ് ഡു നോട്ട് ഫോം എ കണ്ടിന്യൂസ് സ്പെക്ട്രം. ദെൻ നമ്മൾ ആറ്റത്തിന്റെ എമിഷൻ സ്പെക്ട്രം എടുത്താൽ അത് കണ്ടിന്യൂസ് അല്ല എന്നുള്ളതാണ്. എക്സൈറ്റഡ് ആറ്റംസ് എമിറ്റ് ലൈറ്റ് ഓൺലി ദെൻ അറ്റ് എ സ്പെസിഫിക് വേവ് ലെങ്ത് വിച്ച് ഡാർക്ക് സ്പേസ് ബിറ്റ്വീൻ ദം. സച്ച് സ്പെക്ട്ര ഈസ് കോൾഡ്. ദെൻ കുറെ ലൈൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനെ പറയുന്ന പേരാണ് ദെൻ ഓക്കെ ലൈൻ സ്പെക്ട്രം. പക്ഷെ സോളാർ സ്പെക്ട്രം എന്തായിരുന്നു? കണ്ടിന്യൂസ് ആയിരുന്നു. പക്ഷേ എമിഷൻ സ്പെക്ട്രം എന്താണ്? കണ്ടിന്യൂസ് ആണ്. അതേപോലെ അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്താണ്? അബ്സോർപ്ഷൻ സ്പെക്ട്രം ശരിക്കും കണ്ടിന്യൂസ് ആണ് വേണ്ടത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ചില ഗ്യാപ്പുകൾ ഇത് അബ്സോർബ് ചെയ്ത് അവിടെ ഡാർക്ക് ലൈനുകൾ വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ ആണെങ്കിൽ എന്താണ്? കറക്റ്റ് ലൈനുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ദെൻ ഇവിടെ നിന്നാണ് നമ്മൾ ഒന്ന് നോക്കിയേക്ക് എന്തൊക്കെയുള്ളത്. ദെൻ എന്തൊക്കെയാണ് ഇപ്പോൾ അതിൽ വരുന്നത് നോക്കിയേക്ക്. ഇതിൽ നമ്മൾ എക്സൈറ്റഡ് സാമ്പിളാണ്, അതിൽ ദെൻ എനർജി എമിറ്റ് ചെയ്യാണ്. അതിനെ നമ്മൾ ഒരു സ്പെക്ട്രോസ്കോപ്പ് അല്ലെങ്കിൽ നമ്മൾ പ്രിസത്തിലൂടെ കടത്തി വിടുമ്പോൾ കുറേ ലൈൻസ് കിട്ടും. കൃത്യം ലൈൻസ് മാത്രമേ ഉള്ളൂ ലൈൻ സ്പെക്ട്രം. അതേസമയം ദെൻ അടുത്തത് എന്താണ്? വൈറ്റ് ലൈറ്റ് ഒരു സാമ്പിളിലൂടെ പാസ് ചെയ്യാണ് ഒരു സാമ്പിൾ. അപ്പോൾ അത് അബ്സോർബ് ചെയ്തതിൻ്റെ ബാക്കി വരുന്നുണ്ട്. അപ്പോൾ ആ കണ്ടിന്യൂസ് സ്പെക്ട്രത്തിൽ ചില ഡാർക്ക് ലൈന്, കാരണം അത് ഈ ഗ്യാസ് അബ്സോർബ് ചെയ്തതാണ്. അത്രേ ഇപ്പോൾ ഇന്ന് മനസ്സിലാവുന്നത്. ഒന്ന് അബ്സോർപ്ഷൻ സ്പെക്ട്രവും രണ്ടാമത്തേതാണ്. ആദ്യത്തേത് എമിഷൻ സ്പെക്ട്രം, രണ്ടാമത്തേതാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്രം. ഇതാണ് നമുക്ക് എക്സാമിന് ചോദിക്കാം. നമ്മൾ ഹൈഡ്രജൻ ഗ്യാസ് ഇതേപോലെ ഹീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുത്തു, ദെൻ എന്നിട്ട് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എത്തിച്ചു. ഇത് വിട്ടുകൊടുക്കുന്ന ലൈൻസ് നമ്മൾ നോക്കിയപ്പോൾ, റേഡിയേഷൻ നോക്കിയപ്പോൾ കുറേ കൂട്ടം ലൈൻസ് ഉണ്ട്. അതിന് പേരുകൾ കൊടുക്കുന്നുണ്ട് ഓരോ കൂട്ടത്തിനും. ആ പേരുകളൊന്ന് വായിച്ചു നോക്ക്. ലൈമാൻ സീരീസ്, ബാമർ സീരീസ്, പാഷൻ ബ്രാക്കറ്റ് ഫണ്ട്. ലൈമാൻ സീരീസ് UV റീജിയണിലാണ്. ദെൻ ബാമർ സീരീസ് വിസിബിൾ റീജിയണിലാണ്. ബാക്കിയൊക്കെ ഇൻഫ്രാറെഡ് റീജിയണിലാണ്. ശ്രദ്ധിക്കുക, ലൈമാൻ സീരീസ് മാത്രം ദെൻ അൾട്രാ വയലറ്റ് റീജിയണിലും, ബാമർ സീരീസ് മാത്രം വിസിബിൾ റീജിയണിലും, ബാക്കിയൊക്കെ എന്താണ്? ദെൻ ഇൻഫ്രാറെഡ് റീജിയണിലാണ്. ദെൻ അവിടെയൊക്കെ N1 എന്നുള്ള വാല്യൂ ലൈമാൻ സീരീസിന് 1, ബാമർ സീരീസിന് 2. ഓർഡറിൽ അങ്ങ് പഠിച്ചേക്ക്. ലൈമാൻ, ബാമർ, പാഷൻ ബ്രാക്കറ്റ് ഫണ്ട് നിർബന്ധമായിട്ടും പഠിച്ചോണം, എക്സാമിന് ചോദിക്കുന്നതാണ്. N2 എന്നുള്ളത് N1-നേക്കാളും കൂടിയ വാല്യൂസ്. ദെൻ ലൈമാൻ സീരീസിന് 2, 3, 4 ആണെങ്കിൽ ബാമർ സീരീസിന് 3, 4, 5 എക്സെട്ര ആണ് വരിക. ഓക്കെ, മനസ്സിലായില്ലേ അത്? ഓക്കെ, അടുത്തത് നമുക്ക് റിഡ്ബർഗ് ഒരു ഇക്വേഷൻ പ്രപ്പോസ് ചെയ്തു. ഈ ഹൈഡ്രജൻ സ്പെക്ട്രത്തിലുള്ള ലൈൻസിന് വേവ് നമ്പർ ന്യൂ ബാർ ഈക്വൽ ടു 109,677 ഇൻറ്റു 1/n1² മൈനസ് 1/n2². ഇക്വേഷൻ പഠിക്കണം. N1 ഉം N2 ഒക്കെ നമ്മൾ എന്താ നേരത്തെ പറഞ്ഞിരുന്നത്? സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ്. അതിൽ 109,677 റിഡ്ബർഗ് കോൺസ്റ്റന്റ് എന്ന് പറയും. റിഡ്ബർഗ് കോൺസ്റ്റന്റ് ശരിക്കും ഈ ഇക്വേഷൻ ബാമർ സീരീസിന് എന്തായിരിക്കും? 109,677 ഇൻറ്റു 1/2². ബാമർ സീരീസിന് N1 ഈക്വൽ ടു 2 മൈനസ് 1/n2². N2, 3, 4, 5 ഒക്കെ ആകാം അല്ല. ബാമറാണ് ഈ ഇക്വേഷൻ കണ്ടുപിടിച്ച ആദ്യം. ബാമർ സീരീസിന് മാത്രം, വിസിബിൾ റീജിയനുള്ള ബാമർ സീരീസിന് മാത്രം. പക്ഷേ റിഡ്ബർഗ് അത് ഒന്നിച്ച് എല്ലാത്തിനും കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത്. ഇക്വേഷൻ ഇതാണ്. ന്യൂ ബാർ ഈക്വൽ ടു ദെൻ 109,677 ഇൻറ്റു 1/n1² മൈനസ് 1/n2². ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ദെൻ ആ ലൈൻസ് ഒക്കെ ഒന്ന് പറഞ്ഞാണ് നമ്മൾ. ദെൻ ഫസ്റ്റത്തെ എന്താണ്? അപ്പർ ലെവലിൽ നിന്നൊക്കെ ഒന്നാമത്തെ ലെവലിലേക്ക് വരികയാണ് ലൈമാൻ സീരീസ്. അപ്പർ ലെവലിൽ നിന്നൊക്കെ രണ്ടാമത്തെ ലൈനിലേക്ക് വരികയാണെങ്കിൽ N ഈക്വൽ ടു 2 അത് മാത്രമേ വിസിബിൾ ഉള്ളൂ. അതിനാണ് നമ്മൾ ബാമർ സീരീസ്. 3 വരികയാണെങ്കിൽ പാഷൻ സീരീസ്, 4 വരികയാണെങ്കിൽ ബ്രാക്കറ്റ് സീരീസ്, പിന്നെ ഫണ്ട് സീരീസ്. ഓക്കെ, ദെൻ ഇനിയാണ് ബോർ ആറ്റം മോഡൽ വരുന്നത്. പോസ്റ്റ്ലേസ് ചോദിക്കലുണ്ട് എക്സാമിന്. എന്താണ് ബോർ ആറ്റം മോഡൽ വരുന്നത്? ശരിക്കും റൂദർഫോർഡ് ആറ്റം മോഡലിൽ ചില മോഡിഫിക്കേഷൻ ആണ് ഈ ബോർ വരുത്തുന്നത്. എന്താണ് ബോറിന്റെ ഒന്നാമത്തെന്താണ്? ഇലക്ട്രോൺസ് ഇൻ ആൻ ഹൈഡ്രജൻ ആറ്റം ക്യാൻ മൂവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സർക്കുലർ പാത്ത് ഓഫ് ഫിക്സഡ് എനർജി ആൻഡ് റേഡിയസ് കോൾഡ് ദെൻ ഓക്കെ ഓർബിറ്റ് എന്നാ പറയുന്നത്. ദീസ് പാത്സ് ആർ കോൾഡ് ഓർബിറ്റ് ഓർ സ്റ്റേഷനറി സ്റ്റേറ്റ് ഓർ അലൗഡ് എനർജി സ്റ്റേറ്റ്. ദീസ് ഓർബിറ്റ്സ് ആർ അറേഞ്ച്ഡ് കോൺസെൻട്രിക്കലി around the nucleus. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് around the nucleus in fixed circular path of definite energy called orbits. രണ്ടാമത്തെ, എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ദി
ഓർബിറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഒരു ഓർബിറ്റിൽ ഇലക്ട്രോൺ കറങ്ങുമ്പോൾ എനർജി ഓഫ് ഇലക്ട്രോൺ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഹവർ വെൻ an electron absorb energy it will move away from the nucleus, then okay higher energy ലെവലിലേക്ക് പോകും. and when it lose energy it move towards the nucleus. then എനർജി കിട്ടിക്കഴിഞ്ഞാൽ അപ്പർ ലെവലിലേക്ക് പോകും, എനർജി കുറയാണെങ്കിൽ ലോവർ ലെവലിലേക്ക് വരും എന്നുള്ളത്. ഇത് കഴിഞ്ഞിട്ട് മൂന്നാമത് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് റേഡിയേഷൻ അബ്സോർബ്ഡ് ഓർ എമിറ്റഡ്, then when transition occurs between two energy state then that differ by delta E is given by എന്താ ഇക്വേഷൻ എന്താ ന്യൂസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച്. അതെങ്ങനെയാണ് വന്നത്? E1 എന്നുള്ള ഒന്നാമത്തെ ലെവലിൽ നിന്ന് E2 എന്നുള്ള ലെവലിലേക്ക് പോവുകയാണെങ്കിൽ അപ്പോൾ അവയുടെ എനർജി വ്യത്യാസം E2 മൈനസ് E1 അബ്സോർബ് ചെയ്യണം. ഡെൽറ്റ ഈസ് ഈക്വൽ ടു അതൊരു ഫോട്ടോണിൻ്റെ രൂപത്തിലാണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ എച്ച് ന്യൂസ് ഈക്വൽ ടു E2 മൈനസ് E1 ഓർ ന്യൂസ് ഈക്വൽ ടു E2 മൈനസ് E1 ഡിവൈഡഡ് ബൈ then okay എച്ച് ഓർ ഡെൽറ്റ ഇ ഡിവൈഡഡ് ബൈ എച്ച്. അതാണ് അവിടെ കൊടുത്തത്. ഇനി E1 and E2 are energies of lower and higher energy state. ഓക്കെ, ഇതാണ് മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്. നാലാമത് പറയുന്നത് ആംഗുലർ മൊമെന്റം ഓഫ് ഇലക്ട്രോൺ ഈസ് കോണ്ടൈസ്ഡ്. കോണ്ടൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വാല്യൂസേ ഉണ്ടാവുള്ളൂ, അതൊരു മൾട്ടിപ്പിൾ ആയിരിക്കും, അതിൻ്റെ മൾട്ടിപ്പിൾസേ ഉണ്ടാവുള്ളൂ. നേരത്തെ നമ്മൾ എനർജി കോണ്ടൈസ്ഡ് എന്ന് പറഞ്ഞ പോലെ ആംഗുലർ മൊമെന്റം ഒക്കെ ഇറ്റ് ഈസ് ഇൻ എ ഗിവൺ സ്റ്റേഷനറി സ്റ്റേറ്റ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദി ഇക്വേഷൻ MVR എന്നാണ് ആംഗുലർ മൊമെന്റം കാണാനുള്ള ഇക്വേഷൻ. മാസ്, വെലോസിറ്റി ആൻഡ് റേഡിയസ് ദാറ്റ് ഈസ് ഈക്വൽ ടു NH by 2π. n എന്നുള്ളത് 1, 2, 3 വരാം. h/2π മൾട്ടിപ്പിൾ ആയിരിക്കും ആംഗുലർ മൊമെന്റം എന്നാണ് പറയുന്നത്. സോ ആംഗുലർ മൊമെന്റം ഈസ് കോണ്ടൈസ്ഡ്. ഇതാണ് ബോർ പോസ്റ്റ്ലേറ്റ്സ്. എന്തൊക്കെയാണ് ബോറിന്റെ പോസ്റ്റ്ലേറ്റ്? ഒന്നാമത് നോക്കൂ, ഒന്ന് പഠിച്ചു വെക്കണം. മെയിൻ പോസ്റ്റ്ലേറ്റ് are ഒന്നാമത് electrons are revolving around the nucleus in circular path of definite energy and radius around the nucleus called orbit. രണ്ടാമത്തെ energy of electron does not change with time. when an electron absorb energy it jumps to higher energy level, when it emit energy it come back to lower energy level. മൂന്നാമത്തത് frequency of radiation emitted or absorbed news equal to delta E by H or E2 minus E1 by H. നാലാമത് പറയുന്നത് ആംഗുലർ മൊമെന്റം MVR is whole number multiple of H by 2π അല്ലെ ആംഗുലർ മൊമെന്റം കോണ്ടൈസ്ഡ് ആണെന്ന് പറയുന്നു. കോണ്ടൈസ്ഡ്. ഇതാണ് ബോർ ആറ്റം മോഡലിന്റെ പോസ്റ്റ്ലേറ്റ്സ്. ഇനി ബോർ ആറ്റം മോഡലിൻ്റെ കുറേ പോയിന്റ്സ് കൂടിയുണ്ട്. ഓക്കെ, ബോർ ആറ്റം മോഡലിൻ്റെ മെറിറ്റ്സ് നമ്മൾ പോസ്റ്റ്ലേറ്റ്സ് നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ ചില പോയിന്റ്സ് നോക്കിയേക്ക്. ദ സ്റ്റേഷനറി സ്റ്റേറ്റ് ഓഫ് ഇലക്ട്രോണിനെ നമ്മൾ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നമ്പർ ചെയ്യും. then അത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണെന്നുള്ള പറയുന്നത്. ഇൻ്റഗ്രൽ വാല്യൂസ് 1, 2, 3 പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നമുക്ക് വരുന്നുണ്ട്, അന്നേരം പറയാം. രണ്ടാമത് റേഡിയസ് ഓഫ് സ്റ്റേഷനറി സ്റ്റേറ്റ് Rn ഈക്വൽ ടു n² ഇൻറ്റു A0. എന്താ A0 എന്ന് പറഞ്ഞാൽ എന്താ? 52.9 പൈക്കോമീറ്റർ. അപ്പോൾ ഒന്നാമത്തെ ഓർബിറ്റിൻ്റെ റേഡിയസ് എന്തായിരിക്കും? R1 ഈക്വൽ ടു 52.9 പൈക്കോമീറ്റർ ആയിരിക്കും. അത് നമ്മൾ പറയുന്ന പേരാണ് ബോർ റേഡിയസ് എന്ന് പറയാറുണ്ട്. എന്താ വിളിക്കുന്ന പേരെന്താ? ബോർ റേഡിയസ് അല്ലെങ്കിൽ ബോർ ഓർബിറ്റ്. then okay the radius of first stationary state is called then okay Bohr orbit radius അല്ലെങ്കിൽ Bohr orbit. ഇനി normally electron in the hydrogen atom is found to this orbit n equal to 1 ആണെങ്കിൽ n increase ചെയ്യുമ്പോൾ values of r എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദെൻ അടുത്ത് എനർജി ഓഫ് ഇലക്ട്രോൺ കാണാനുള്ള ഇക്വേഷൻ En ഈക്വൽ ടു -RH ഇൻറ്റു 1/n². RH എന്നുള്ളത് റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ 109,677 അല്ല, ഇവിടെ കൊടുത്ത വാല്യൂ 2.18 ഇൻറ്റു 10⁻⁻18 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി nth ലെവൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ -2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു 1/n². ആ n എന്താകാം? ഒന്നാണെങ്കിൽ ഫസ്റ്റ് ഷെല്ല്, രണ്ടാണെങ്കിൽ സെക്കൻഡ് ഷെൽ. ഇത്രയും ജൂൾസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ ഇവിടുന്ന് കിട്ടുന്ന ചില വാല്യൂസ് ആണ് ഈ ബോർ ആറ്റം മോഡലിൽ നിന്ന് കിട്ടുന്ന. വെൻ ദ ഇലക്ട്രോൺ ഈസ് ഫ്രീ ഫ്രം ഇൻഫ്ലുവൻസ് ഓഫ് ന്യൂക്ലിയസ് ഇസ് എനർജി ഈസ് ടേക്കൺ ആസ് 0. ന്യൂക്ലിയസ് ദെൻ ഓക്കെ ഇൻഫിനിറ്റ് ദെൻ ഓക്കെ ലെവലിലാണെങ്കിൽ അത്രയും ദൂരം ഉണ്ടെങ്കിൽ നമുക്ക് ഈ എനർജി എന്താക്കിയെടുക്കാം? 0 ആക്കിയെടുക്കാം. ഓക്കെ, അടുത്ത വരുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് നെഗറ്റീവ് എനർജി ഓഫ് ഇലക്ട്രോൺ. ജസ്റ്റ് എന്ന് പറയുന്നേ ഉള്ളൂ. ന്യൂക്ലിയസ് ഇൻഫിനിറ്റ് അകലത്തിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജി 0 ആയിട്ട് അസ്യൂം ചെയ്യുന്നു.
ആ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുമ്പോൾ അട്രാക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ എനർജി റിലീസ് ചെയ്യും. സീറോന്ന് എനർജി റിലീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നെഗറ്റീവായിട്ട് വരും. ഓക്കെ, അങ്ങനെ ന്യൂക്ലിയസിനോട് അടുക്കും തോറും മോർ ആൻഡ് മോർ നെഗറ്റീവായിട്ട് വരും. ഇതാണ് അവിടെ എഴുതിയത്. ഓക്കെ, ദെൻ ഇനി അടുത്തത്, ബോർ തിയറി ക്യാൻ ഓൾസോ ബി അപ്ലൈഡ് ടു ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. ആരെ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രജനെ പോലെ ഒരു ഇലക്ട്രോൺ മാത്രമല്ല, He+, നോക്ക് രണ്ടെണ്ണത്തിന് ഒന്ന് പോയി, Be2+, ബെർലിയത്തിന് ഓക്കെ ലിഥിയം 2+, ലിഥിയത്തിന് അറ്റോമിക് നമ്പർ 3 ആണ്, 3 ഇലക്ട്രോൺ ഉണ്ട്, രണ്ടെണ്ണം പോയാൽ ലിഥിയം 2+, Be3+, എക്സെട്ര. ഇവർക്കൊക്കെ ഒരു ഇലക്ട്രോൺ സിസ്റ്റത്തിനൊക്കെ അത് അപ്ലൈ ചെയ്യാം. പക്ഷെ ചെറിയ മാറ്റമുണ്ട്. En = -RH Z²/n വേണം. Z അറ്റോമിക് നമ്പർ ആണ്, Z²/n, Z²/n². അതേപോലെ Rn = നമ്മൾ നേരത്തെ എന്താ എഴുതി, എന്തായിരുന്നു പറ? A0 × n² എന്നാണ്. ഇവിടെ ദെൻ 52.9 × n² ഡിവൈഡഡ് ബൈ Z എന്ന് കൂടിയുണ്ട്. Z എന്താണ്? അറ്റോമിക് നമ്പർ. അപ്പോൾ ഇത് കൂടി ഓർത്ത് വെച്ചേക്കുക. ഇതും ബോർ ആറ്റം മോഡലിന്റെ മെറിറ്റ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ബോർ ആറ്റം മോഡൽ എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് ബോർ ആറ്റം മോഡലിന്റെ മെറിറ്റ്സ് ആയിട്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം ദെൻ നമ്മളെ റൂദർഫോർഡ് ആറ്റം മോഡലിന്റെ ഡീമെറിറ്റ്സ് ഉണ്ടായിരുന്നു. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ സ്പെക്ട്രം. ദെൻ ഇത് വെച്ചിട്ട് ഈ ബോർ ആറ്റം മോഡൽ വെച്ചിട്ട് ഹൈഡ്രജൻ സ്പെക്ട്രം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ ഇറ്റ് ക്യാൻ എക്സ്പ്ലെയിൻ ഹൈഡ്രജൻ സ്പെക്ട്രം. അതേപോലെ ഇലക്ട്രോൺ കറങ്ങുമ്പോൾ എനർജി ലോസ് ഇല്ല എന്നുള്ള ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇറ്റ് ക്യാൻ എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. ഇതാണ് ബോർ ആറ്റം മോഡലിന്റെ മെറിറ്റ്സ് ആയിട്ട് പറയാൻ പറ്റുക. ഓക്കെ, അടുത്തത് എക്സ്പ്ലനേഷൻ ഓഫ് ലൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. എങ്ങനെ ഈ ലൈൻ സ്പെക്ട്രം വരുന്നത് നമ്മൾ പറഞ്ഞു. ദെൻ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ഇപ്പോൾ 4ാമത്തെ ലെവലിൽ നിന്ന് 1ാമത്തെ ലെവലിലേക്ക് വരുമ്പോൾ അതിൻ്റെ എക്സ്ട്രാ എനർജി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ വിട്ടുകൊടുക്കുന്ന അപ്പോഴാണ് ഈ റേഡിയേഷൻ, അതായത് ഫ്രീക്വൻസി ലൈൻ അതിൽ കാണുക. അപ്പോൾ ഡെൽറ്റ E = E ഫൈനൽ - E ഇനീഷ്യൽ. അപ്പോൾ ഈ ഫൈനൽ എന്താണ്? അവിടെ നോക്കിയേക്ക് അതിൻ്റെ എനർജി കാണാനുള്ളത് -RH / nF², -RH / ni². ആ RH-നെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ദെൻ ഡെൽറ്റ E = RH-നെ നമ്മൾ പുറത്തേക്ക് എടുത്തു. റിഡ്ബർഗ് കോൺസ്റ്റന്റ് 2.18 × 10⁻⁻18 ഇൻറ്റു 1/ni² - 1/nF². ഇങ്ങനെയല്ലേ ഉണ്ടാവുക? മൈനസ് നമ്മൾ പോക്കിയിട്ട് ഇത് നമുക്ക് കിട്ടും 2.18 × 10⁻⁻18 ഇൻറ്റു 1/ni² - 1/nF². ഇങ്ങനെ കിട്ടും. ഇത് നമ്മൾ ഡെൽറ്റ ഇ ആണ്. ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞിരുന്നു ഡെൽറ്റ E/h കണ്ടാൽ ന്യൂ = ഡെൽറ്റ E/h എന്ന് കിട്ടും. ഇവിടുന്ന് ന്യൂ = നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ന്യൂ = C/λ എന്ന് പഠിച്ചിട്ടുണ്ട്, ആണോ? ഇവിടെ നമുക്ക് വേണമെങ്കിൽ 1/λ കണ്ടെത്താം. ന്യൂ = എന്താ നമ്മൾ പഠിച്ചത്? എന്താ? C/λ. അങ്ങനെ പഠിച്ചത്. or 1/λ = ന്യൂ ബാർ = എന്താ നമ്മൾ എഴുതുക? ന്യൂ ഡിവൈഡഡ് ബൈ 1/λ അങ്ങോട്ട് കാണേ ന്യൂ ഡിവൈഡഡ് ബൈ സി അല്ല. ഇത് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ ഡിവൈഡ് ബൈ സി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂ ബാറിനുള്ള ഇക്വേഷൻ കിട്ടും. 109,677 ഇൻറ്റു 1/n1² - 1/n2² എന്നുള്ളത് ഈ ഇക്വേഷന് ഡിറൈവ് ചെയ്യാൻ പറ്റും. നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇവിടെ നമ്മൾ പറഞ്ഞത് ബോർ ആറ്റം മോഡൽ വെച്ചിട്ട് പറഞ്ഞു. ഹൈഡ്രജൻ സ്പെക്ട്രത്തിന് റിഡ്ബർഗ് ഇക്വേഷനിലേക്ക് ബോർ ആറ്റം മോഡൽ വെച്ചിട്ട് എത്തുകയാണെങ്കിൽ അതതിൻ്റെ ഒരു മെറിറ്റാണ്. ദെൻ ഹൈഡ്രജൻ സ്പെക്ട്രം ദെൻ അതിൻ്റെ ലൈൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആരെ കൊണ്ട് പറ്റുന്നു? ബോർ ആറ്റം മോഡലിനെ കൊണ്ട് പറ്റുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ മുഴുവൻ ചെയ്തിട്ടില്ല, നിങ്ങളൊന്ന് എഴുതിയാൽ മതി. കിട്ടുന്നതാണത്. ഡെൽറ്റ E = E ഫൈനൽ - E ഇനീഷ്യൽ എന്നുള്ള ഇക്വേഷന് നമ്മൾ റിഡ്ബർഗ് ഇക്വേഷനിലേക്ക് എത്തും. വളരെ കൃത്യമായിട്ട് എത്തുന്നതാണ്. ഇത് എക്സാമിന് മുമ്പ് ഒരിക്കലപ്പോഴോ കണ്ടിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇനി അടുത്ത് ലിമിറ്റേഷൻ ഓഫ് ബോർ മോഡൽ എന്തൊക്കെയാണെന്നുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞാൽ എന്താ? സ്റ്റെബിലിറ്റിയും ഹൈഡ്രജൻ സ്പെക്ട്രം ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ ലിമിറ്റേഷൻ ഉണ്ട്. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ ഫൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജനെ കുറച്ചുകൂടി പവർഫുൾ സ്പെക്ട്രോസ്കോപ്പ് വെക്കുമ്പോൾ വീണ്ടും ലൈനായിട്ട് മാറിയത് കാണാം. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല. ഫൈൻ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല. ഇനി ഹൈഡ്രജനും 1 ഇലക്ട്രോൺ സിസ്റ്റത്തിന് മാത്രമേ ബോർ ആറ്റം മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. കൂടുതൽ ഇലക്ട്രോൺ ഉള്ള ആറ്റംസ് ഓഫ് അതർ എലമെന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതിൻ്റെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോർ ആറ്റം മോഡൽ പോരാ. അതേപോലെ ഇറ്റ് വാസ് അണേബിൾ ടു എക്സ്പ്ലെയിൻ ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻ ദെൻ ഇൻ ദി പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൽ സ്പ്ലിറ്റിങ്ങിനെ സ്റ്റാർക്ക് ഇഫക്റ്റ് എന്ന് പറയും. അതേപോലെ മാഗ്നറ്റിക് ഫീൽഡിൽ സ്പെക്ട്രം സ്പ്ലിറ്റ് ചെയ്യുന്നതിന് സീമൻ ഇഫക്റ്റ് എന്ന് പറയും. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹൈഡ്രജൻ നമ്മളെ ബോർ ആറ്റം മോഡൽ പോരാ. ദെൻ സീമൻ ഇഫക്റ്റ് പേര് തന്നെ ഉണ്ട്. സീമ എന്നുള്ളത് മാഗ്നറ്റിക് ഫീൽഡിലെ സ്പ്ലിറ്റിങ്, സ്റ്റാർക്ക് ഇഫക്റ്റ് ഇലക്ട്രിക് ഫീൽഡിലെ സ്പ്ലിറ്റിങ്. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ എബിലിറ്റി ഓഫ് ആറ്റംസ് ടു ഫോം മോളിക്യൂൾ
ദെൻ ബൈ കെമിക്കൽ ബോണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി ദെൻ വേവ് നേച്ചർ ഓഫ് മാറ്റർ, ദെൻ അതേപോലെ പുതിയൊരു തിയറി ഉണ്ട് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇതൊന്നും വെച്ചിട്ട് ദെൻ ഈ ബോർ ആറ്റം മോഡൽ ദെൻ ശരിയാവുന്നില്ല. ബോർ ആറ്റം മോഡൽ ഡീമറിസ് ചിലപ്പോൾ ചോദിക്കാം. ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ഫൈൻ സ്പെക്ട്രം ഓഫ് ഹൈഡ്രജൻ, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സ്പെക്ട്രം ഓഫ് ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സ്റ്റാർക്ക് ഇഫക്റ്റ് ആൻഡ് സീമൻ ഇഫക്റ്റ്, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് കെമിക്കൽ ബോണ്ട്. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതിന് ഡിഫിക്കൽട്ടാണ്. ഇതാണ് ബോർ ആറ്റം മോഡലിൻ്റെ ഡീമറിസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അടുത്തത് ഡിവൽ നേച്ചർ ഓഫ് മാറ്റർ. ലൈറ്റിന് നമ്മൾ പറഞ്ഞിരുന്നു ഡിവൽ നേച്ചർ, അതേപോലെ എല്ലാ മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിനും ഡിവൽ നേച്ചർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഡി ബ്രോളിയാണ് പറയുന്നത്. ഡി ബ്രോളി പ്രപ്പോസ്ഡ് ദാറ്റ് ലൈക്ക് റേഡിയേഷൻ matter also exhibit dual behavior, that is both particle nature and wave nature. Then എല്ലാ മെറ്റീരിയൽ പാർട്ടിക്കിളിനും ഡിവൽ നേച്ചർ ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, വേവ് നേച്ചർ ഉണ്ട്. ദെൻ ഇവിടെ നിന്നാണ് ഇക്വേഷൻ കിട്ടുന്നത് ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി ഓർ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി എന്ന മാസിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ പി മൊമെൻറ്റം. ഓക്കെ, ഇതാണ് ഡി ബ്രോളീസ് ഇക്വേഷൻ. ദിസ് മീൻസ് ദാറ്റ് ഇലക്ട്രോൺസ് കുഡ് ആൾസോ ഹാവ് മൊമെൻറ്റം ആസ് വെൽ ആസ് വേവ് ലെങ്ത്. ഇലക്ട്രോൺ ഒക്കെ ചെറിയ പാർട്ടിക്കിളാണ്. ഈ ചെറിയ പാർട്ടിക്കിളിന് മാസ് ചെറുതാണെങ്കിൽ ഈ വേവ് ലെങ്ത് കാര്യമായിട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, ചെറിയ പാർട്ടിക്കിളിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ദെൻ ഓക്കെ ഈ വേവ് പ്രോപ്പർട്ടി കാര്യമായിട്ട് കാണാനുണ്ടാവുള്ളൂ. വെർ എം ഈസ് ദി മാസ് ഓഫ് ദി പാർട്ടിക്കിൾ, വി ഈസ് ദി വെലോസിറ്റി, പി മൊമെന്റ് ആണ്. ദ എബോവ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഡി ബ്രോളീസ് ഇക്വേഷൻ. ഇനി just like electromagnetic radiation, an electron beam undergo diffraction. ഒരു ഒബ്ജക്റ്റിനെ ചുറ്റിയിട്ട് വളഞ്ഞ് സഞ്ചരിക്കും ഈ ഇലക്ട്രോണ് ദെൻ ഇലക്ട്രോൺ ബീം കൊടുത്താൽ അതിന് നമ്മൾ ഡിഫ്രാക്ഷൻ എന്ന് വിളിക്കാം. ദിസ് ഈസ് ആൻ എവിഡൻസ് ഫോർ എന്തിനാണ് വേവ് നേച്ചർ ഓഫ് ഇലക്ട്രോൺ. ഡിഫ്രാക്ഷൻ പാറ്റേൺ ഓഫ് ഇലക്ട്രോൺ വേവ് നേച്ചറിൻ്റെ തെളിവാണെന്നുള്ളതാണ്. അതേപോലെ ലൈറ്റിൻ്റെ വേവ് നേച്ചർ വെച്ചിട്ടാണ് സാധാരണ മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചർ വെച്ചിട്ടാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. Okay, according to de Broglie, every moving object has wave character. The wavelength associated with ordinary objects are so short because of their large mass and their wave property cannot be detected. The wavelength associated with electron and subatomic particles are very small masses, can be detected experimentally. Wave property ആർക്കേ ഉണ്ടാവുള്ളൂ, വെരി സ്മോൾ പാർട്ടിക്കിളിനെ ഉണ്ടാവുള്ളൂ. അടുത്ത് വരുന്നുണ്ട് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അൺസർട്ടനിറ്റി എന്നാണ് പറയുന്നത്. ഇയാൾ പറയുന്നത് then impossible to determine simultaneously the exact position and momentum of an electron. അല്ലെങ്കിൽ ഒരു മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ കേസിൽ ദെനൊക്കെ അതിൻ്റെ പൊസിഷനും അതിൻ്റെ മൊമെൻറ്റവും ഒരേ സമയം 100% കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ ഡിഫിക്കൽട്ടാണെന്നുള്ളതാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓർ പൊസിഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ വിത്ത് ആബ്സല്യൂട്ട് ആക്യുറസി അല്ലെങ്കിൽ വിത്ത് കംപ്ലീറ്റ് ആക്യുറസി. ഇതാണ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. നോക്കൂ, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ സൈമിൾട്ടേനിയസ്ലി the exact position and exact momentum or velocity of moving microscopic particle. അത് ഇലക്ട്രോൺ ആകാം, പ്രോട്ടോൺ ആകാം. ഇതാണ് ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ചോദിക്കലുണ്ട്. ഇവിടെ നിന്നാണ് ഇക്വേഷൻ വരുന്നത് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. ഇത് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ, ഇത് അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ബൈ 4πക്ക് ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ആയിരിക്കും. അപ്പോൾ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ കുറഞ്ഞു വരുമ്പോൾ, അതായത് ദെൻ പൊസിഷൻ കൃത്യമാക്കുമ്പോഴേക്ക് അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം കൂടാൻ തുടങ്ങും. ഒന്ന് കൃത്യമാക്കുമ്പോഴേക്ക് അടുത്ത് പിടുത്തം വിട്ടുപോകും. ഇനി പി എന്ന് പറഞ്ഞാൽ മാസിൻ്റെ വെലോസിറ്റി ആണ്. ഓർ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു ഡെൽറ്റ വി, കാരണം മാസ് കോൺസ്റ്റന്റ് ആണ്, എം ഇൻറ്റു ഡെൽറ്റ വി. ഓർ ഡെൽറ്റ എക്സ് ഇൻറ്റു എം ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എച്ച് ബൈ 4π. ഇത് അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ, അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി. ഇതൊക്കെ ഇടയ്ക്ക് എം മാസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാം, ശ്രദ്ധിച്ചോണത്. അടുത്ത് എന്താണ് സിഗ്നിഫിക്കൻസ് ഓഫ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ? നമ്മൾ ബോർ ആറ്റം മോഡലിൽ പറയുന്നത് ഇലക്ട്രോണ് റിവോൾവ് ചെയ്യുന്ന കറക്റ്റ് പാത്താണ് ഓർബിറ്റ് എന്നുള്ളത്. പക്ഷേ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പ്രകാരം ദെൻ മൂവിങ് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിളിൻ്റെ കേസിൽ ഒരു കറക്റ്റ് പൊസിഷൻ പറയാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്കൊരു സാധ്യത മാത്രമേ പറയാൻ പറ്റുള്ളൂ, ഒരു കറക്റ്റ് പൊസിഷൻ പറയാൻ പറ്റൂല. അതനുസരിച്ച്
അതനുസരിച്ച് ഓർബിറ്റ് എന്നുള്ള കൺസെപ്റ്റ് ശരിയല്ല എന്നുള്ളതാണ്. കറക്റ്റ് പൊസിഷൻ പറയാൻ പറ്റില്ല. ദസ് ഇറ്റ് റൂൾസ് ഔട്ട് ദ എക്സിസ്റ്റൻസ് ഓഫ് ഡെഫിനിറ്റ് പാത്ത് ഓർ ഓർബിറ്റ് ഓഫ് ഇലക്ട്രോൺ. വി കൻ ഓൺലി സേ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ഇലക്ട്രോൺ അറ്റ് എ ഗിവൺ പോയിന്റ്. എന്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ? പ്രോബബിലിറ്റി മാത്രം. ഇനി ഇവിടുന്നാണ് ബോർ ആറ്റം മോഡൽ അതിൻ്റെ ഫെയിലിയർ പറയുന്നത്. ഒന്ന്, ഡിവൽ ബിഹേവിയർ ഓഫ് മാറ്റർ. നമ്മൾ ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചർ കംപ്ലീറ്റ് ആയിട്ട് അവഗണിച്ചു ഈ ബോർ ആറ്റം മോഡൽ. രണ്ടാമത്, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് അതിനെയും ബോർ മോഡൽ കോൺട്രഡിക്ഷൻ വന്നു. അതാണ് ബോർ മോഡലിൻ്റെ പരാജയത്തിന് കാരണം എന്നുള്ളത്. അവിടെ നിന്നാണ് പുതിയ ആറ്റം മോഡൽ വരുന്നത്. ആ ആറ്റം മോഡലിൻ്റെ പേരാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. ഈ ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിൽ ഇലക്ട്രോണിൻ്റെ ബിഹേവിയർ പറയുന്നത് ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ്. ആ ഇക്വേഷന് പറയുന്ന പേരാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ. എന്താണ് ഷ്രോഡിംഗർ ഇക്വേഷൻ? എച്ച് ക്യാപ് സൈ ഈക്വൽ ടു ഇ സൈ എന്നാണ് ഇക്വേഷൻ. എച്ച് ക്യാപ് എന്നുള്ളത് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ, സൈ എന്നുള്ളത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോൺ വേവ് കാൾഡ് വേവ് ഫംഗ്ഷൻ. എന്താ അതിൻ്റെ പേരെന്താ? വേവ് ഫംഗ്ഷൻ. ഇ എന്നുള്ളത് ടോട്ടൽ എനർജി, ഇവിടെ സൈ എന്നുള്ളത് വേവ് ഫംഗ്ഷൻ. ഇനി സൈ എന്നുള്ളതിന് മീനിങ്ലെസ് ആണ്. സൈ സ്ക്വയർ കാണിക്കുന്നത് ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ്. ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യതയാണ് സൈ സ്ക്വയർ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത്ര മതി. പുതിയ ആറ്റം മോഡലിൻ്റെ പേരാണ് ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റം. അതിൽ ഇലക്ട്രോണിൻ്റെ ബിഹേവിയർ പറയാനുള്ള ഇക്വേഷനാണ് ഷ്രോഡിംഗർ വേവ് ഇക്വേഷൻ. ഇക്വേഷൻ എന്താണ്? എച്ച് ക്യാപ് സൈ ഈക്വൽ ടു ഇ സൈ. എച്ച് ക്യാപ് എന്നുള്ളതിനെ പറയുന്ന പേരാണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെയാണ് പറയുന്നത്. അവിടെ എനർജി ഓഫ് ഇലക്ട്രോൺ ക്വാണ്ടൈസ്ഡ് ആണ്. പിന്നെ അത് വേവ് ലൈക്ക് പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രോൺ എന്നാണ് വരുന്നത്. എക്സാക്റ്റ് പൊസിഷനും എക്സാക്റ്റ് വെലോസിറ്റിയും പറയാൻ പറ്റൂല എന്നുള്ളത്. അതേപോലെ അപ്പോൾ ഇലക്ട്രോണിനെ കാണാനൊരു സാധ്യത മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിനാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഇവിടെ വരുന്നത്. ഇനി അടുത്തത്, ഒരുപാട് ഓർബിറ്റൽസ് ഉണ്ട്. ഓരോ ഓർബിറ്റലും 2 ഇലക്ട്രോണിലധികം കൊള്ളൂല, അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റൂല എന്നാണ് പറയുന്നത്. സൈ സ്ക്വയർ പ്രോബബിലിറ്റി ഡെൻസിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇവിടുന്നാണ് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വരുന്നത്. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എന്താ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് എന്താ പറയുന്നത്? ഓക്കെ, നമ്മൾ ഒരു ഓർബിറ്റലിൻ്റെ സൈസ്, ഷേപ്പ്, ഓറിയൻറ്റേഷന് ഇത് റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് ഒക്കെ 3 നമ്പേഴ്സ് ആവശ്യമുണ്ട്. അതേപോലെ ഇലക്ട്രോണിൻ്റെ സ്പിന്ന് കൂടിയാണെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ 4 നമ്പേഴ്സ് ആവശ്യമുണ്ട്. ഈ 4 നമ്പേഴ്സിനെ പറയുന്ന പേരാണ് ക്വാണ്ടം നമ്പേഴ്സ്. അല്ലെങ്കിൽ ഇതിന് അഡ്രസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയാറുണ്ട്. ഇറ്റ്സ് എ സർട്ടൻ നമ്പേഴ്സ് യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ സൈസ്, ഷേപ്പ് ആൻഡ് ഓറിയൻറ്റേഷൻ ഓഫ് ഓർബിറ്റൽ ആസ് വെൽ ആസ് സ്പിൻ ഓഫ് ഇലക്ട്രോൺ. അതിനാണ് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 4 ക്വാണ്ടം നമ്പർ ഉണ്ട്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ട്, എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്വാണ്ടം നമ്പേഴ്സ് എന്നുള്ളത് അഡ്രസ് ഓഫ് ഇലക്ട്രോൺ ആണ്. എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഡിറ്റർമിൻസ് ദ സൈസ് ഓഫ് ദി ഓർബിറ്റ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഡിറ്റർമിൻസ് ദ സൈസ് ഓഫ് ദി ഓർബിറ്റ്. ഇറ്റ് ഡിറ്റർമിൻസ് ദ എനർജി ഓഫ് ഓർബിറ്റ് ടു ലാർജ് എക്സ്റ്റെൻറ്റ്. എനർജി കാണുന്നത് ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ് കാര്യമായിട്ട്. ഹൈഡ്രജൻ്റെ കേസിൽ ഇലക്ട്രോണിൻ്റെ എനർജി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി അടുത്ത്, ഇറ്റ് ഗീവ്സ് ദ ഷെൽ ഇൻ വിച്ച് ഇലക്ട്രോൺ ഈസ് പ്രസൻറ്റ്. എവിടെയാണോ ഇലക്ട്രോൺ ഉള്ള ആ ഷെല്ലിനെ കുറിച്ച് തരും. അതേപോലെ ഇറ്റ് ആൾസോ ഗീവ് ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ ഫ്രം ദി ന്യൂക്ലിയസ്. ആ എന്നിൻ്റെ വാല്യൂ കൂടുന്തോറും ഇലക്ട്രോൺ അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് കൂടുന്നാണ് പറയുന്നത്. അതേപോലെ പോസിബിൾ വാല്യൂ ഓഫ് എൻ എന്തൊക്കെയാണ്? 1, 2, 3 എക്സെട്ര, അല്ലെങ്കിൽ KLMN എക്സെട്ര ഷെൽസ്. കാണാതെ പഠിച്ചോണം. എന്തൊക്കെയാണ് ഈ പറഞ്ഞ എന്താ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന്? ഓക്കെ, സൈസ് ഓഫ് ദി ഓർബിറ്റൽ കിട്ടും. പിന്നെ അതേപോലെ ഇലക്ട്രോണിൻ്റെ എനർജി ടു ലാർജ് എക്സ്റ്റെൻറ്റ്, ഇലക്ട്രോണിൻ്റെ എനർജിയെ കുറിച്ച് അറിയാൻ പറ്റും. പിന്നെ അതേപോലെ അടുത്തെന്തായിരുന്നു? ഷെൽ ഇൻ വിച്ച് ഇലക്ട്രോൺ ഈസ് പ്രസൻറ്റ്. പിന്നെ അടുത്ത ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ ഫ്രം ദി ന്യൂക്ലിയസ്. അതിൻ്റെ വാല്യൂസ് 1, 2, 3 എക്സെട്ര ആണ്, അല്ലെങ്കിൽ KLMN എക്സെട്ര ഷെൽസ് ആണ്. അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ സബ്സിഡിയറി ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ L. ഇത് എന്തിനെ കുറിച്ചാണ് തരുന്നത്? ഷേപ്പ് ഓഫ് ഓർബിറ്റിലാണ്, സൈസ് അല്ല, ഷേപ്പ് ഓഫ് ഓർബിറ്റിലാണ്. അതേപോലെ സബ്ഷെൽ ഓർ സബ് ലെവൽ ഇൻ വിച്ച് ഇലക്ട്രോൺ ഈസ് പ്രസന്റ് ആണ്. നേരത്തെ ഷെല്ലാണെങ്കിൽ ഇത് സബ് ഷെല്ലാണ് തരുന്നത്. ഓക്കെ, അടുത്ത ക്വാണ്ടം നമ്പർ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഓർ സബ്സിഡിയറി ക്വാണ്ടം നമ്പർ ഓർ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ എന്നാണ്. L എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതെന്തൊക്കെയാണ് തരുന്നത്? ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽ, സൈസ് തരുന്ന ആരാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അതേപോലെ ഇറ്റ് ഗീവ്സ് സബ്ഷെൽ ഓർ സബ് ലെവൽ എന്നാണ് കാണിക്കുന്നത്. നേരത്തെ എന്തായിരുന്നു? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഷെല്ലിനെ കാണിക്കും, ഇത് സബ്ഷെല്ലിനെ റെപ്രസെൻ്റ് ചെയ്യും. അതേപോലെ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ വെച്ചിട്ട്
ഇലക്ട്രോണിൻ്റെ ആംഗുലർ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ വാല്യൂസ് ഓരോ n വാല്യൂസിനും എല്ലിൻ്റെ വാല്യൂ 0 മുതൽ n-1 വരെ ആയിരിക്കും. 0 മുതൽ n-1 വരെ. അപ്പോൾ n=1 ആണെങ്കിൽ l=0 മാത്രമായിരിക്കും. പിന്നെ n=2 ആണെങ്കിൽ l=0 ഉണ്ടാവും 1 ഉണ്ടാവും. n=3 ആണെങ്കിൽ l=0 1 2. കാരണം 3 - 1 2. ഓക്കെ, ഇതാണ് അസിമുത്തൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂസ്. ഇനി ഇവിടെ നോക്കൂ, വാല്യൂ ഓഫ് എൽ 0 ആണെങ്കിൽ അത് എസ് സബ്ഷെല്ലാണ്, 1 ആണെങ്കിൽ പി ആണ്, 2 ആണെങ്കിൽ ഡി ആണ്, 3 ആണെങ്കിൽ എഫ് ആണ്, 4 ആണെങ്കിൽ ജി ആണ്, 5 ആണെങ്കിൽ എച്ച് ആണ്. പിന്നെ ആൽഫബറ്റിക് ഓർഡറിൽ അങ്ങ് പോകും. n=1 ആണെങ്കിൽ l=0. അതിൻ്റെ അർത്ഥം അവിടെ ഒരൊറ്റ സബ്ഷെല്ലേ ഉള്ളൂ 1s. ഇവിടെ 2 ഉണ്ട്. ഏതൊക്കെയാണ്? 2s ഉണ്ട്, 2p ഉണ്ട്. അതായത് l=0 ആണെങ്കിൽ എസ്, l=1 ആണെങ്കിൽ പി, 2s ഉം 2p ഉണ്ട്. അപ്പോൾ 3 ആണെങ്കിലോ ദെൻ 2s 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. അപ്പോൾ അടുത്തിൽ നോക്കുകയാണെങ്കിലോ ദെൻ 4s 4p 4d 4f. അപ്പോൾ n=1 ആണെങ്കിൽ ഒരു സബ്ഷെല്ല്, 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3, 4 ആണെങ്കിൽ 4. അപ്പോൾ nth ഷെല്ലിൽ എത്ര സബ്ഷെൽ ഉണ്ടാവും? n സബ്ഷെൽ ഉണ്ടാവും. nth ഷെൽ കണ്ടെയ്ൻ n സബ്ഷെൽ. അതല്ലേ ഇപ്പോൾ ഇവിടുന്ന് കിട്ടുന്നത്. ഇനി ഇവിടുന്ന് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആണെങ്കിൽ സബ്ഷെല്ല് 1s ആണ്, 2 ആണെങ്കിൽ 2s 2p ഉണ്ട് എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങൾ നോക്കിയാൽ മതി, കൃത്യമായിട്ട് കിട്ടുന്നതാണ്. ഇനി മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. എന്താ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ? ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽ ഇൻ സ്പേസ് ആണ് കാണിക്കുന്നത്. ദെൻ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് m അല്ലെങ്കിൽ ml എന്നാ കാണിക്കുക. m സബ്സ്ക്രിപ്റ്റ് അല്ല വേണ്ടത്, m ഓർ ml. ഓറിയന്റേഷൻ ഓഫ് ഓർബിറ്റൽ ഇൻ സ്പേസ്. ഇനി ഇതിന്റെ വാല്യൂസ് ഓരോ l വാല്യൂസിനും m-ന്റെ വാല്യൂസ് ദെൻ -l to 0 to +l വരെയാണ്. -l മുതൽ 0 to +l വരെ. അപ്പോൾ എത്ര വാല്യൂസ് ഉണ്ട്? -l മുതൽ -1 വരെ l വാല്യൂ അങ്ങോട്ടും l വാല്യൂ ഇങ്ങോട്ടും. അപ്പോൾ 2l + 1 വാല്യൂ. ആ +1 ഏതാണ്? 0 ഉൾപ്പെടുന്ന വാല്യൂ. അപ്പോൾ ഓക്കെ, ഓരോ ദെൻ ഓക്കെ l വാല്യൂസിനും m-ന്റെ വാല്യൂ -l to +l ഇൻക്ലൂഡിങ് 0. അങ്ങനെയാണ് ഈ വാല്യൂ ഓഫ് l 0 ആണെങ്കിൽ അത് എസ് സബ്ഷെല്ലാണ്. ദെൻ എത്രണ്ണേ ഉണ്ടാവുള്ളൂ? m=0 മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊരു ഓർബിറ്റലാണ്, ഒറ്റ ഓർബിറ്റലേ ഉള്ളൂ. അതേസമയം l=1 ആണെങ്കിൽ അതേതാണ്? p നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ m=-1 ഉണ്ട്, 0 ഉണ്ട്, +1 ഉണ്ട്. 3 ഓറിയന്റേഷൻ ഉണ്ട്. ഈ ഓരോ ഓറിയന്റേഷനും ഓരോ ഓർബിറ്റലാണ്. 3 ഓർബിറ്റൽസ് ഉണ്ട് പിയിൽ. അതേപോലെ ഡിയിലാണെങ്കിൽ 5 ഉണ്ടാവും, എഫിലാണെങ്കിൽ 7 ഉണ്ടാവും. 2l + 1 പഠിച്ചതല്ലേ അത്. ഇനി അടുത്തത് സ്പിൻ ക്വാണ്ടം നമ്പർ. സ്പിൻ ഓഫ് ഇലക്ട്രോണിനെ കാണിക്കാനാണ്. ദെൻ 2 തരം ഓറിയന്റേഷൻ ആണുള്ളത്. ദെൻ ഓക്കെ 2 സ്പിൻസ് ആണുള്ളത്. ഒന്ന് +1/2, ഒന്ന് -1/2. ഒന്ന് അപ്പർ സ്പിന്ന്, 2 ഡൗൺ സ്പിൻ, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ്, അങ്ങനെ പറയാൻ പറ്റും. ആൻ ഓർബിറ്റൽ കനോട്ട് ഹോൾഡ് മോർ ദാൻ 2 ഇലക്ട്രോൺ. കാരണം ഒരു ഓർബിറ്റലിൽ നമ്മളിനി പറയും സ്പിന്ന് 2 ഉള്ളൂ. ഒന്ന് അപ്പർ സ്പിൻ അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് സ്പിന്ന്, രണ്ടാമത്തെ ദെൻ ആൻറ്റി ക്ലോക്ക് വൈസ് സ്പിന്ന്. ഓക്കെ, അപ്പോൾ 4 ക്വാണ്ടം നമ്പേഴ്സ് പഠിക്കണം, നിർബന്ധമായിട്ടും പഠിക്കണത്. എക്സാമിന് ചോദിക്കുന്നതാണ്. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. അതിൻ്റെ വാല്യൂസ് പഠിക്കുക. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന് n = 1 2 3 എക്സെട്ര. അസിമുത്തൽ ക്വാണ്ടം നമ്പറിന് l-ന് 0 to n-1. മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറിന് -l to +l ഇൻക്ലൂഡിങ് 0. s-ന് +1/2ഉം -1/2ഉം. ഇതാണ് ക്വാണ്ടം നമ്പേഴ്സ്. നോക്കിയേക്ക്, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഓർബിറ്റൽ അസോസിയേറ്റഡ് വിത്ത് എ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n=3. n=3ൽ എത്ര ഓർബിറ്റൽസ് ഉണ്ടാവുന്നു? ദെൻ n=3 ആണെങ്കിൽ l ഏതൊക്കെയുണ്ട്? 0 1 2 ആണോ? ദെൻ l=0 ആണെങ്കിൽ m എന്താ ഉള്ളത്? ദെൻ 0 മാത്രം. l=1 ആണെങ്കിൽ m -1 0 +1. l=2 ആണെങ്കിൽ m -2 -1 0 +1 +2. അപ്പോൾ ഇതൊക്കെ ഓരോരോ ഓർബിറ്റിലാണ്. ഇത് എസ് ആണ്, ഇത് പി ആണ്, ഇത് ഡി ആണ്. നിങ്ങൾക്കറിയാം എസ്സിൽ ഒരു ഓർബിറ്റിൽ, പിയിൽ 3 എണ്ണം, ഡിയിൽ 5 എണ്ണം. അപ്പോൾ ടോട്ടൽ 1 + 3 + 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഓർബിറ്റൽസ് ഉണ്ടാവും. n=3ൽ എത്ര ഓർബിറ്റൽസ് ആണ്? 9. അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ മതി, ഏത് n വാല്യൂ എടുത്താലും അതിൽ n² ഓർബിറ്റൽസ് ഉണ്ടാവും. എത്ര ഓർബിറ്റൽസ് ആണ്? n². ഇങ്ങനെ പഠിക്കുക. nth ഷെല്ലാണെങ്കിൽ അതിൽ ദെൻ ഓക്കെ n സബ്ഷെൽ ഉണ്ടാവും, n സബ്ഷെല്ല്. പിന്നെ n² ഓർബിറ്റൽസ് ഉണ്ടാവും മാക്സിമം. ദെൻ 2n² ഇലക്ട്രോൺസ് ഉണ്ടാവും മാക്സിമം. പഠിച്ചു വെച്ചോ, nth ഷെല്ലിൽ n സബ് ഷെല്ല്, n² ഓർബിറ്റൽസ്,
2n² ഇലക്ട്രോൺസ്. ഇനി അടുത്തത് ഈ നൊട്ടേഷൻസ് നോക്കൂ, റെപ്രസെന്റ് ചെയ്യാൻ n = 2 l = 1 ആണെങ്കിൽ 2p എന്ന് കൊടുക്കണം, n = 4 l = 0 ആണെങ്കിൽ 4s എന്ന് കൊടുക്കണം, n = 5 l = 3 ആണെങ്കിൽ ഏതാ l = 3 l = 0 ആണെങ്കിൽ s 1p 2d 3f ആണ്. അപ്പോൾ 5f എന്ന് കൊടുക്കണം, n = 3 l = 2 ഏതാ കൊടുക്കുക, ദെൻ 3d എന്ന് കൊടുക്കാം. മനസ്സിലായില്ലേ? അത് അടുത്തത് ഷേപ്പ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. ψ² എന്നുള്ളത് ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡെൻസിറ്റിയെ കാണിക്കുന്നതാണ്. 1sനും 2sനും ദെൻ ഓക്കെ ψ² ആൻഡ് സൈൻ്റെ ഗ്രാഫാണ്. സൈ അഗെയിൻസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂക്ലിയസ് ഗ്രാഫ് വരച്ചപ്പോൾ അതിങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. ψ² വരച്ചപ്പോൾ എന്താ സംഭവിച്ചത്? എന്താ ψ² ദെൻ 1sനും 2sനും അല്ല, ψ² 1sന് താഴേക്കുള്ളതാണ് വരച്ച് ഏകദേശം അതേ ഷേപ്പ് തന്നെയാണ്. പക്ഷെ 2sന് സൈ അഗെയിൻസ്റ്റ് r വരച്ചപ്പോൾ എങ്ങനെയുണ്ട്? ഇവിടെ സൈ അഗെയിൻസ്റ്റ് ദെൻ ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂക്ലിയസ് 1sന് വരച്ചപ്പോൾ ഇങ്ങനെ കിട്ടി, ψ² ഏകദേശം ഇങ്ങനെ തന്നെ. പക്ഷെ 2sന് വരച്ചപ്പോൾ ഇവിടെയാണ് 0, ഇങ്ങോട്ട് നെഗറ്റീവ് വാല്യൂ ആണ്. ദെൻ സൈ അഗെയിൻസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദി ന്യൂക്ലിയസ് വരച്ചപ്പോൾ ഇങ്ങനെ ഗ്രാഫാണ് കിട്ടിയത്. ദെൻ ഓക്കെ ഇവിടെ ഒരു നെഗറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവ് ഭാഗത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ അതിൻ്റെ ഗ്രാഫ് നിങ്ങൾ ψ² ഗ്രാഫ് വരയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക? എന്താണ് നെഗറ്റീവിൻ്റെ നെഗറ്റീവ് എന്തായിട്ട് മാറും? പോസിറ്റീവായി മാറും. അപ്പോൾ ദെൻ അടുത്ത എന്താ വരുന്നത്? ഇത് 0 ആയിട്ട് എടുക്കും. ഇവിടെ ψ² ആകുമ്പോൾ ഇങ്ങനെ ഗ്രാഫ് അവിടെ കിട്ടുന്നത് അല്ല, ശരിയല്ല? അത് ഇവിടെ നിന്നാണ് ഷേപ്പ് ഓഫ് ഓർബിറ്റൽ കൊടുക്കുന്നത്. 1s ഓർബിറ്റൽസിൻ്റെ പ്രോബബിലിറ്റി മാക്സിമം അറ്റ് ദി ന്യൂക്ലിയസ് ആൻഡ് ദെൻ ഷാർപ്പ്ലി ഡിക്രീസ് ചെയ്യും എന്നുള്ളത്. ദെൻ 2sനാണെങ്കിൽ പ്രോബബിലിറ്റി ന്യൂക്ലിയസിനടുത്ത് മാക്സിമം പിന്നെ കുറഞ്ഞ് 0 ആവും. ആ 0 ആവുന്ന സ്ഥലത്ത് നമ്മൾ പേര് പറയും, ദെൻ അതിനെ പറയുന്ന പേരാണ് നോഡ് എന്ന് പേര് പറയും. എന്താ പേര് കൊടുക്കുന്നത്? നോഡ് എന്ന് പറയും. ഓക്കെ, ns ഓർബിറ്റൽ ഇപ്പോൾ 2sന് ഒരു നോഡ് ഉണ്ട്, 3sനാണെങ്കിൽ ഒരു നോഡും കൂടി ഉണ്ടാവും. അപ്പോൾ ns ഓർബിറ്റലിന് n-1 നോഡ് ഉണ്ടാവും. എന്താ ഇപ്പോൾ നോഡ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ടു ഫൈൻഡ് ഇലക്ട്രോൺ ഈസ് 0, അതാണ് നോഡ്. ദെൻ ഇനി 1sൻ്റെയും 2sൻ്റെയും ഷേപ്പ് ചെയ്ത് പഠിക്കണത് എങ്ങനെ 1s 2s വരയ്ക്കാം നോക്കൂ. ഇത് എക്സാമിന് ചോദിക്കലുണ്ട്, 1s 2s ഷേപ്പ്. ഇത് ഇവിടെ നമ്മൾ ഡോട്ടഡ് ലൈനായിട്ട് ഇങ്ങനെ ഡോട്ട്സ് ആയിട്ട് ഇലക്ട്രോൺ ക്ലൗഡ് പിക്ചർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി. ഇത് സ്ഫെറിക്കലി സിമ്മട്രിക്കലാണ്. സ്ഫെറിക്കലാണ് 1sൻ്റെ ഷേപ്പ്. 2sൻ്റെ ഷേപ്പും സ്ഫെറിക്കലാണ്. ദെൻ സ്ഫെറിക്കലാണ് 2sൻ്റെ ഷേപ്പും. പക്ഷേ എന്താ പ്രശ്നം? എന്താ ഉള്ളത്? ദെൻ ആദ്യത്തെ ഒരു ഇത് കഴിഞ്ഞിട്ട് റീജിയൻ കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് ഉണ്ട്, ഒരു സ്ഫിയറിൻ്റെ പോലെ തന്നെ. ദെൻ അവിടെ ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത 0 ആണ്. അതിനെ പറയുന്ന പേരാണ് നോഡ് എന്നുള്ളത്. ഇത് 2sൽ ഒരു നോഡ് ഉണ്ട്, 3sൽ 2 നോഡ് ഉണ്ട്. ns ഓർബിറ്റലിൽ n-1 നോഡ് ഉണ്ടാവും. അടുത്ത p ഓർബിറ്റൽസ്. p ഓർബിറ്റലിന് l വാല്യൂ 1 ആണ്. അപ്പോൾ l മാഗ്നറ്റിക് കോൺ നമ്പർ -1 0 +1 ഉണ്ട്. 3 ഓർബിറ്റൽസ് ഉണ്ട്, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് px py pz എന്നാണ്. എന്താ ഷേപ്പ്? എന്താ കൊടുക്കുന്നത്? ഡംബൽ ഷേപ്പ് എന്നാണ് കൊടുക്കുന്നത്. അപ്പോൾ px ആണെങ്കിൽ ഇത് x ആക്സിൽ ഒരു ലോബ് ഇങ്ങനെ എടുക്കുന്നു, 2 ലോബുകൾ ഇതേപോലെ ആണെങ്കിൽ ദെൻ ഇതാണ് 2 ലോബ്സ് ഉണ്ട്, ഇതാണ് px. അത് y ആക്സിലാകുമ്പോൾ py, z ആക്സിലാകുമ്പോൾ pz. ഓക്കെ, ഇവിടെ ഇത് x ആക്സിൽ ലോബ് വരുമ്പോൾ ഇവിടെ ഒരു പ്ലെയിൻ ഉണ്ട്. ദെൻ YZ പ്ലെയിൻ ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത 0 ആണ്. ദെൻ അത് നോഡൽ പ്ലെയിൻ എന്നാണ് ഇതിനെ പറയാം. എന്താ പേര് കൊടുക്കുക? നോഡൽ പ്ലെയിൻ. ഓക്കെ, അല്ലെങ്കിൽ ആംഗുലർ നോഡ് എന്നൊക്കെ പേര് പറയും. ഈ നോഡ് നമ്മൾ പേര് പറയും റേഡിയൽ നോഡ് എന്ന് പറയും, റേഡിയൽ നോഡ്. ഓക്കെ, ദെൻ ഇനി അടുത്തത് 3 p ഓർബിറ്റൽസും നോക്കൂ. ദെൻ അതിൻ്റെ എനർജിയും സൈസും ഷേപ്പൊക്കെ സെയിം ആണ്, ഡംബൽ ഷേപ്പാണ്. px py pz എഴുതി പഠിച്ചേക്കുക. x ആക്സിലാണെങ്കിൽ px, ദെൻ ഇനി ഇത് y ആക്സിലാണ്, ഇത് y ആക്സ് വരയ്ക്കുകയാണെങ്കിൽ py എന്ന് കൊടുക്കാം. z ആക്സിലാണെങ്കിൽ z ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ pz. അപ്പോൾ ഓരോ ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് വരച്ച് പഠിക്കും. അടുത്ത നോക്ക്, ഡി ഓർബിറ്റൽസിന് l = 2 ആണ്. അപ്പോൾ m = -2 -1 0 +1 +2 ഉണ്ട്. 5 ഓറിയന്റേഷൻ ഉണ്ട്. ഈ 5 ഓർബിറ്റൽസിനെ റെപ്രസെന്റ് ചെയ്യണം. അപ്പോൾ dxy ആണ് അടുത്ത്, dyz ആണ് അടുത്ത്, dxz ആണ് അടുത്ത്, dx² - y² ഉണ്ട്, dz² ഉണ്ട്. 5 ഡി ഓർബിറ്റൽ ഉണ്ട്. ഈ 5 ഡി ഓർബിറ്റൽസിന്റെ ഷേപ്പ് വരയ്ക്കുമ്പോൾ 4 ഏകദേശം ഒരേ ഷേപ്പാണ്. xy ആക്സിസിന് ഇടയ്ക്ക് വരച്ചാൽ dxy, 2 ലോബ്, ഡബിൾ ഡംബൽ ഷേപ്പ് എന്നൊക്കെ പറയാം. YZ ആക്സിന്റെ ഇടയ്ക്ക് വരയ്ക്കുകയാണെങ്കിൽ dyz, XZന്റെ ഇടയ്ക്ക് വരയ്ക്കുകയാണെങ്കിൽ dxz. ദെൻ ഇനി എക്സും വൈയും ആക്സിസിലാണ് വരയ്ക്കുന്നതെങ്കിൽ dx² - y² എന്ന് പറയും, dx² - y². ഈ 4 ഓർബിറ്റലിന് ഇതിപ്പോൾ ഏതാണെങ്കിൽ xz, ദെൻ xy, yz, xz, ദെൻ ഇതൊക്കെ ഇങ്ങനെ
ദെൻ ഇതൊക്കെ നമുക്ക് ഒരേ ഷേപ്പാണ്. പക്ഷേ DZ² ഓർബിറ്റലിൻ്റെ ഷേപ്പ് വരയ്ക്കുന്നത് Z ആക്സിൽ ലോബ് ഉണ്ട്, പിന്നെ അതിന് ചുറ്റും ഒരു ഡോണറ്റ് ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടാവും ഒരു ലോബ് ഇങ്ങനെ. ഇത് Z ആക്സ്, ഇതിന് 3DZ² എന്നാണ് പറയുക. അപ്പോൾ 5D ഓർബിറ്റലിൽ 4 ഷേപ്പും വേറെ ഒന്നിന് വേറെ ഷേപ്പുമാണ്. ഡോണറ്റ് ഷേപ്പ് എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, ദെൻ ഇത് D ഓർബിറ്റൽസിൻ്റെ ഷേപ്പ്. F ഓർബിറ്റൽ കുറച്ചുകൂടി പറഞ്ഞിട്ടായിരിക്കും നമ്മളത് പഠിക്കുന്നില്ല. ദെൻ ഓർബിറ്റൽസിൻ്റെ ഷേപ്പ് ചിലപ്പോൾ വരക്കാൻ ചോദിക്കലുണ്ട്. ഇനി നമ്മൾ പറയുന്നു നോഡുകൾ നമ്മൾ പറഞ്ഞിരുന്നു. നമ്പർ ഓഫ് റേഡിയൽ നോഡ് എപ്പോഴും n-l-1 ആയിരിക്കും. കാണാതെ പഠിച്ചോ. നമ്പർ ഓഫ് ആംഗുലർ നോഡ് എപ്പോഴും L ആണ്. അതായത് ആംഗുലർ നോഡ്, അതായത് നോഡൽ പ്ലെയിന്. ദെൻ എസ്സിന് L വാല്യൂ 0 ആണ്. അപ്പോൾ എസ് ഓർബിറ്റലിൽ ആംഗുലർ നോഡില്ല. പിയിൽ 1 ഉണ്ടാവും, ഡിയിൽ 2 ഉണ്ടാവും. ടോട്ടൽ നമ്പർ ഓഫ് നോഡ് n-l-1 പ്ലസ് L. അപ്പോൾ n-1 നോഡ് ടോട്ടൽ ഉണ്ടാവും. ഓക്കെ, ദെൻ അപ്പോൾ നമ്മൾ പറഞ്ഞു റേഡിയൽ നോഡും ഉണ്ട്, ആംഗുലർ നോഡ് ഉണ്ട് എന്ന് പറഞ്ഞു. ദെൻ ഇനി ആംഗുലർ നോഡ് അല്ലെങ്കിൽ നോഡൽ പ്ലെയിന്. ഓക്കെ, അടുത്ത് എനർജീസ് ഓഫ് ഓർബിറ്റൽ. എന്താ ഇപ്പോൾ ഇതിൽ പറഞ്ഞാൽ എന്താ? ഇതിൽ ചെറിയ ചില കാര്യങ്ങളാണ്. ഹൈഡ്രജൻ്റെ കേസിൽ ഓർബിറ്റൽസിൻ്റെ എനർജി പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. 1s-ൻ്റെ എനർജി <2s = 2p ആണ്. 3s-ഉം 3p-യും 3d ഈക്വൽ ആണ്. ഇതാണ് ഹൈഡ്രജൻ്റെ കേസിൽ. ഒരേ എനർജി ഉള്ള ഓർബിറ്റൽസിനെ പേര് പറയും ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറയാറുണ്ട്. ഓക്കെ, ദെൻ ഇനി അടുത്ത് പറയുന്നത് ബാക്കിയുള്ള ഹൈഡ്രജൻ അല്ലാത്ത ബാക്കിയുള്ള കേസിൽ എനർജി ഓഫ് ഓർബിറ്റൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെയും അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയേക്ക് n+l വാല്യൂ വെച്ചിട്ടാണ് പറയാം. n+l വാല്യൂ കുറവുള്ളതിന് എനർജി കുറവായിരിക്കും. ഇപ്പോൾ 1s-നാണെങ്കിൽ n+l വാല്യൂ എത്ര ഉണ്ടാവുക? 1 + 0 = 1. 2s-നാണെങ്കിൽ n+l വാല്യൂ 2 + 0 2. ഇതിനാണ് എനർജി കുറവുള്ളത്. ദെൻ ഇനി അടുത്ത് 3s-നാണെങ്കിൽ 3s-ന് അല്ലെങ്കിൽ 2p എടുക്കുക. 2pക്ക് n+l വാല്യൂ 2 + 1 = 3 ആണ്. 3s-ന് ദെൻ 3 + 0 ആണ് 3. രണ്ടിനും ഒരേ n+l വാല്യൂ വരുമ്പോൾ n വാല്യൂ കുറവുള്ളതിന് എനർജി കുറവ്. അപ്പോൾ 2pക്ക് കുറവ് ദാൻ 3s. ഇതാണ് ഓർഡർ. ഇത് വെച്ചിട്ടാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, നമുക്കത് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ ഹൈഡ്രജൻ്റെ കേസിൽ. ബാക്കിയുള്ള കേസിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അസിമുത്തൽ ക്വാണ്ടം നമ്പറും കൂടിയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഇതിലൊക്കെ ചില മാറ്റങ്ങൾ വലിയ ആറ്റംസ് വരുമ്പോൾ വരും. പക്ഷേ നമുക്ക് ഏകദേശം ഈ ഒരു ഓർഡറിൽ പഠിച്ചാൽ നമുക്ക് എളുപ്പമാണ്. ഓക്കെ, ദെൻ ഇവിടുന്നാണ് ഷീൽഡിങ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ഇലക്ട്രോണ്, ഇപ്പം ന്യൂക്ലിയസിന് പുറത്തേക്ക് ഇലക്ട്രോണുള്ള അട്രാക്ഷന് അകത്തുള്ള ഇലക്ട്രോണുകൾ വാങ്ങുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഷീൽഡിങ് ഇഫക്റ്റ്. അപ്പോൾ 5th s-ലേക്ക് ഇലക്ട്രോൺ ഉണ്ട്, 5s-ലെ ഇലക്ട്രോണിൻ്റെ അട്രാക്ഷൻ 3rd ഷെല്ലിലുള്ള ഇലക്ട്രോൺ വാങ്ങുകയാണെങ്കിൽ അത് സ്ക്രീനിങ് ഇഫക്റ്റ് ആണ്. ഇപ്പോൾ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ന് പറഞ്ഞാൽ നെറ്റ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ്ഡ് ബൈ ഇലക്ട്രോൺ ഫ്രം ദി ന്യൂക്ലിയസ്. വിചാരിച്ച അത്ര ഉണ്ടാവില്ല, കുറച്ച് കുറവായിരിക്കും ചിലപ്പോഴൊക്കെ. അതാണ് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. പിന്നെ ഒരേ എനർജീസ് ഓഫ് ഓർബിറ്റൽ ഇൻ ദി സെയിം സബ്ഷെൽ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ അറ്റോമിക് നമ്പർ. നോക്കൂ, ദെൻ ഹൈഡ്രജൻ്റെ 2s-ൻ്റെ എനർജി കൂടുതലാണ് ആരെക്കാളും? ലിഥിയത്തിനേക്കാളും. ലിഥിയത്തിൻ്റെ 2s-ൻ്റെ എനർജി സോഡിയത്തിനേക്കാളും അത് പൊട്ടാസ്യത്തിനേക്കാളും കൂടുതലാണെന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യാനുള്ള റൂൾസ് ആണ്. എന്തൊക്കെ റൂൾസ് ആണ്? ഒന്ന് ഓഫ് ബാ പ്രിൻസിപ്പിൾ, 2 പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, 3 ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. കാണാതെ പഠിച്ചോ, എക്സാമിന് ചോദിക്കുന്നതാണ്. എന്താ ഓഫ് ബാ പ്രിൻസിപ്പിൾ? ഓഫ് ബാ എന്നുള്ളത് പേരൊന്നും അല്ല കേട്ടോ. ഓഫ് ബാ എന്നുള്ളത് ജർമ്മനിൽ ടു ബിൽഡപ്പ് എന്നൊക്കെ പറയുന്നത്. ഓഫ് ബാ പ്രിൻസിപ്പിൾ ഇത്രയേ ഉള്ളൂ. ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ എനർജി എന്നാണ്. അതായത് ഇലക്ട്രോൺസ് എപ്പോഴും ഫസ്റ്റ് ഒക്യുപ്പൈ ലോവസ്റ്റ് എനർജി ഓർബിറ്റൽസ് ആൻഡ് ദെൻ ടു ഹയർ എനർജി ഓർബിറ്റൽ. എപ്പോഴും ഇലക്ട്രോൺ ഒക്കുപ്പൈ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ലോവർ എനർജി ഓർബിറ്റൽസിൽ, പിന്നെ എങ്ങനെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് എനർജിയിലാണ് ഫില്ല് ചെയ്യുക. 1s 2s 2p 3s 3p 4s ഈ ഓർഡറിലാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ എനർജി ലെവലിൽ പഠിച്ചതാണ്, എനർജിയുടെ ഓർഡറിൽ പഠിച്ചതാണ്. n+l വാല്യൂ വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുക. രണ്ടാൾക്ക് n+l വാല്യൂ കുറവുള്ള ആൾക്ക് എനർജി കുറവ്, കൂടുതലുള്ള ആൾക്ക് എനർജി കൂടുതൽ. ഒരേ n+l വാല്യൂ വന്നാൽ എനർജി കുറവുള്ളത്, n വാല്യൂ കുറവുള്ളതിന് എനർജി കുറവ്. ഇനി ഈ ഓർഡർ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഇവിടുന്ന് ഓർത്തു വെക്കേണ്ട പോയിന്റ് 2p കഴിഞ്ഞാൽ 3s ആണ്, 3p കഴിഞ്ഞാൽ 4s ആണ്, 4p കഴിഞ്ഞാൽ 5s ആണ്, 5p കഴിഞ്ഞാൽ 6s ആണ്. അപ്പോൾ ഏത് p കഴിഞ്ഞാലും അടുത്ത s ആയിരിക്കും. അപ്പോൾ np കഴിഞ്ഞാൽ ഏതാ ഫില്ല് ചെയ്യുക? n+1s. np കഴിഞ്ഞാൽ n+1s. ക്ലിയർ അല്ലേ അത്?
ഓക്കെ, അപ്പോൾ ഓഫ് ബാർ പ്രിൻസിപ്പിൾ കഴിഞ്ഞു. എന്താ ഓഫ് ബാർ പ്രിൻസിപ്പിൾ? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ എനർജീസ്. ഓക്കെ, അടുത്ത് വരുന്നത് പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. എന്താ പറയുന്നത്? നോ ടു ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് സെയിം വാല്യൂ ഫോർ ആൾ ഫോർ ക്വാണ്ടം നമ്പേഴ്സ്. അല്ലെങ്കിൽ പറയാം ഒരു ഓർബിറ്റലിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണം 2 ആയിരിക്കും, അവർക്ക് ഓപ്പോസിറ്റ് സ്പിൻ ആയിരിക്കും എന്ന്. ഇപ്പം നമ്മൾ 1s 2 ഇലക്ട്രോൺ ഉണ്ട്, 1s2. ഇതിന് n ഈക്വൽ ടു 2 ഇലക്ട്രോൺ, ഫസ്റ്റ് ഇലക്ട്രോൺ സെക്കൻഡ് ഇലക്ട്രോൺ, ഫസ്റ്റും സെക്കൻഡും. n ഈക്വൽ ടു 1 ആണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. l ഈക്വൽ ടു s ന് 0 ആണ്, ഇവിടെയും 0 ആണ്. l 0 ആണെങ്കിൽ m 0 ആണ്. s ഈക്വൽ ടു ഇയാൾക്ക് പ്ലസ് ഹാഫ് ആണ്, ഇയാൾക്ക് മൈനസ് ഹാഫ് ആണ്. നോക്കൂ, ഒരു ഓർബിറ്റലിലുള്ള 2 ഇലക്ട്രോണിന് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറും അസിമുത്തൽ ക്വാണ്ടം നമ്പറും മാഗ്നറ്റിക് ക്വാണ്ടം നമ്പറും സെയിം ആണെങ്കിലും പക്ഷേ സ്പിൻ ക്വാണ്ടം നമ്പർ ഡിഫറൻ്റ് ആയിരിക്കും. സ്പിൻ ക്വാണ്ടം നമ്പർ എങ്കിലും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഇലക്ട്രോണിനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് ഇലക്ട്രോൺ വരികയാണെങ്കിൽ, ഇതിൽ തന്നെ വരികയാണെങ്കിൽ 1 0 0, ഒന്നെങ്കിൽ പ്ലസ് ഹാഫ് കൊടുത്താൽ ഇതേപോലെ വരും, പറ്റൂല. മൈനസ് ഹാഫ് കൊടുത്താൽ ഇതേപോലെ ആവും, അതും പറ്റൂല. അതിൻ്റെ അർത്ഥം ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏത് റൂൾ അനുസരിച്ചാണ്? പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ, അടുത്തത് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. നമ്മൾ നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 7 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1s2 2s2 2p3 ആണ്. 1s 2 ഇലക്ട്രോൺ ഉണ്ട്, ഓപ്പോസിറ്റ് സ്പിന്ന്. 2s 2 ഇലക്ട്രോൺ ഉണ്ട്, ഓപ്പോസിറ്റ് സ്പിൻ. 2p 3 ഓർബിറ്റൽസ് ഉണ്ട്, ഒരേ എനർജിയാണ്. ഒരേ എനർജി ആയതുകൊണ്ട് ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്നാ പറയാ. ഇവിടെ ഇലക്ട്രോൺസ് 1 കൊടുത്ത് ഇവിടെ പെയർ ചെയ്യാൻ പാടില്ല, അടുത്തതും കൂടി 1 കൊടുക്കണം, അടുത്തതും കൂടി 1, അപ്പോൾ 3 എണ്ണായി. ഇനി ഉണ്ടെങ്കിൽ മാത്രമേ പെയർ ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ഈ റൂളിന്റെ പേരാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. പെയറിംഗ് ഓഫ് ഇലക്ട്രോൺ ഇൻ ഓർബിറ്റൽസ് ബിലോങ്സ് ടു സെയിം സബ്ഷെൽ does not take place until each orbital belongs to that subshell has got 1 electron each. ഓരോരുത്തർക്കും ഓരോ ഇലക്ട്രോൺ കിട്ടിയതിൻ്റെ ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? പെയർ ചെയ്യാൻ പാടുള്ളൂ. ഓക്സിജൻ വരുമ്പോൾ 2p4 വരും, അപ്പോൾ അവിടെ പെയർ ചെയ്യും. ഒരേ സ്പിന്നു കൂടി ആയിരിക്കും എന്നാണ് പറയുന്നത്. ഈ റൂളിൻ്റെ പേരാണ് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. നന്നായിട്ട് പഠിച്ചേക്കുക. ഇത് കഴിഞ്ഞിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാവർക്കും അറിയാം. ഹൈഡ്രജന് 1s1, ഹീലിയത്തിന് 1s2, ലിഥിയത്തിന് 1s2 2s1 എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 11 അറ്റോമിക് നമ്പർ. 1s2 2s2 2p6 3s1. ഇത് നമ്മൾ ഇങ്ങനെ എഴുതും. ഇത്രയും എണ്ണം നിയോണിൻ്റെ കോൺഫിഗറേഷനാണ്. ഒരു നോബിൾ ഗ്യാസിൻ്റെ കോൺഫിഗറേഷൻ വെച്ചിട്ട് ബാക്കിയുള്ളത് എഴുതാം. ഇതിനെ കണ്ടൻസ്ഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും നോക്കിയേക്ക്. നമ്മൾ ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24 ആണ്. ആർഗണിൻ്റെ കോൺഫിഗറേഷൻ, ആർഗൺ എവിടെ അവസാനിക്കുക? ഹീലിയം, നിയോൺ, ആർഗൺ 3p6 അവസാനിക്കും. 3p കഴിഞ്ഞാൽ 4s2 3d4 എന്നാണ് വേണ്ടത്. 18 ഓക്കെ 18 20 24. പക്ഷെ ഇങ്ങനല്ല വരുന്നത്. 4s1 3d5 വരുന്നത്. ഈ 3d5 ആണെങ്കിൽ ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി ഉണ്ട് എന്നാ പറയാം. ഇതാണ് ക്രോമിയത്തിൻ്റെ എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ. അതേപോലെ കോപ്പറിൻ്റെ 29 ആണ്. ആക്ച്വലി ആർഗണിൻ്റെ കോൺഫിഗറേഷൻ 4s2 3d9 എന്നാണ് വരേണ്ടത്. പക്ഷേ നോക്കിയപ്പോൾ വന്നത് 4s1 3d10 ആണ്. ഇവിടെ ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷൻ ആണ് വരുന്നത്. ഇവിടെ ഹാഫ് ഫിൽഡും ഇവിടെ ഏതാണ്? ഫുള്ളി ഫിൽഡ് കോൺഫിഗറേഷനും. ഇതിനെ പറയുന്ന പേരാണ്, ഇത് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ, ഇത് ഫുള്ളി ഫിൽഡ് സ്റ്റെബിലിറ്റി, ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി. ഓക്കെ, അപ്പോൾ എക്സെപ്ഷണൽ കോൺഫിഗറേഷൻ ഫോർ ക്രോമിയം ആൻഡ് കോപ്പർ കാണാതെ പഠിച്ചോ, എക്സാമിന് വരുന്നതാണ്. ഇനി ഇവിടെ എങ്ങനെ ഹാഫ് ഫിൽഡ് ആൻഡ് ഫുള്ളി ഫിൽഡ് സ്റ്റെബിലിറ്റിക്ക് കാരണം പറയുന്നത് ഓക്കെ, ഒന്ന് സിമ്മട്രി ഓഫ് ഓർബിറ്റലും ഒന്ന് ലാർജ് എക്സ്ചേഞ്ച് എനർജിയും. എന്താണ്? സിമ്മട്രി ഓഫ് ഓർബിറ്റൽസും പിന്നെ ഏതാണ്? ലാർജ് എക്സ്ചേഞ്ച് എനർജിയും. സിമ്മട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേപോലെ. ഇപ്പോൾ സിമ്മട്രിക്കൽ ആണെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ഇലക്ട്രോൺ ആണെങ്കിൽ അത് സ്റ്റെബിലിറ്റി കൊടുക്കുന്നതാണ്. പിന്നെ എക്സ്ചേഞ്ച് എനർജി എന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള, ഇപ്പോൾ ഇവിടെ 5 ഇലക്ട്രോൺ, ഇവിടെ ഓക്കെ നമ്മളൊരു ഡി ഓർബിറ്റലാണ് ഇപ്പോൾ വരയ്ക്കുന്നത് വിചാരിക്കുക. ഡി ഓർബിറ്റൽസ് 5 ഉണ്ട്. ഇപ്പോൾ ഇവർക്കൊക്കെ ഒരേ എനർജിയാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വരാം, അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് വരും, ഒരു എക്സ്ചേഞ്ച്. ഇയാൾ ഇങ്ങോട്ട് വരാം, ഇത് ഇങ്ങോട്ട് 2, ഇത് 3, ഇത് അപ്പോൾ ഇങ്ങോട്ട് വരാം, ഇത് ഇങ്ങോട്ട്. അപ്പോൾ ഇങ്ങനെ എക്സ്ചേഞ്ചസ് ഇതിന് പോസിബിൾ ആണ്. ഇനി ഇവർക്കുള്ള എക്സ്ചേഞ്ച് വേറെ. അപ്പോൾ ഒരേ ഹാഫ് ഫിൽഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഫുള്ളി ഫിൽഡ് ആണെങ്കിൽ എക്സ്ചേഞ്ചുകളുടെ എണ്ണം കൂടും. അത് കൂടുന്തോറും എനർജി റിലീസ് ചെയ്യുന്നത് കൂടും. അപ്പോൾ കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോൾ ഹാഫ് ഫിൽഡും ഫുള്ളി ഫിൽഡും സ്റ്റേബിൾ ആവാൻ കാരണം ഒന്ന് സിമ്മട്രി ഓഫ് ഓർബിറ്റൽസും 2 ലാർജ് എക്സ്ചേഞ്ച് എനർജിയാണ്. അപ്പോൾ നമ്മൾ റൂൾസ് ഫോർ ഫില്ലിംഗ്
ഇലക്ട്രോൺ, ഓഫ് ബ പോളീസ് ആൻഡ് ഹൺസ് റൂളാണ് പഠിച്ചത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ കോപ്പറും ക്രോമിയവും നമ്മൾ എക്സെപ്ഷണൽ കോൺഫിഗറേഷനായിട്ട് പഠിച്ചതാണ്. ഇത്രയാണ് നിങ്ങൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്റർ. ലെങ്തി ചാപ്റ്റർ ആയിരുന്നു, പക്ഷെ നമ്മൾ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. തിയറി പാർട്ട് പെട്ടെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നോക്കുക, നന്നായിട്ടൊന്ന് പഠിച്ച് നോക്കുക. കുറച്ച് സ്പീഡ് കൂടിയിട്ടുണ്ടാവും, നമുക്ക് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, തൽക്കാലം ക്ലാസ് നിർത്താം. താങ്ക് യു.